സങ്കീർത്തനത്തിന്റെ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ആദ്യം ഒരു സങ്കീർത്തനം, ഏറ്റവും ചെറിയ സങ്കീർത്തനം, ബൈബിളിലെ ഏറ്റവും ചെറിയ സങ്കീർത്തനം ഹീബ്രു ഭാഷയിൽ പാടും. നിങ്ങൾക്ക് 117 സങ്കീർത്തനം നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടെങ്കിൽ അത് തുറന്നു വെക്കുക. 117 സങ്കീർത്തനം, ഹീബ്രുവിൽ 2 വാക്യങ്ങളേ ഉള്ളൂ. അത് ഞാൻ പാടാം. അതിനുശേഷം 2-3 പുസ്തകങ്ങളൊക്കെ നമ്മുടെ ഹീബ്രു, ഗ്രീക്ക്, അതിൻ്റെ ഒറിജിനലെല്ലാം നിങ്ങളത് കാണിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ അത്യാവശ്യം പ്രിലിമിനറി കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മൾ 91 സങ്കീർത്തനം പ്രാർത്ഥനയായിട്ട് പാട്ട് രൂപത്തിൽ നമ്മൾ പാട്ട് വെക്കും. അത് കൂടെ പറ്റുന്നവർക്ക് കൂടെ പാടുക. അതിന് ശേഷമായിരിക്കും ക്ലാസ് ആരംഭിക്കുക. അത് ഞാൻ ഹീബ്രു സാം 117 ഹീബ്രുവിലാണ് എഴുതിയെന്ന് നിങ്ങൾക്ക് അറിയാം, പാടിയെന്ന് അറിയാം. അതുകൊണ്ട് നമുക്കത് പാടാം. നിങ്ങൾ 117 നോക്കിയിരിക്കുക. ഹല്ലേലൂയ തദോണായ് കോൽ ഗോയിം, ഹല്ലേലൂയ തദോണായ് കോൽ ഗോയിം, ഷവേഹു കോൽ ഹവോമീം, כי גבר עלינו חסדו, כי גבר עלינו חסדו, ויאמר אדוני לעולם, הללויה אדוני, הללויה אדוני, ഹല്ലേലൂയ അദോനായ്. നമ്മളെല്ലാ ദിവസവും റംഷായ്ക്ക് ചെല്ലുന്ന പാട്ട് 3-4 സങ്കീർത്തനം ഒരുമിച്ച് ചെല്ലുമ്പോൾ ആ സങ്കീർത്തന മാലയിൽ അവസാനിപ്പിക്കുന്നത് ഈ സങ്കീർത്തനം ചൊല്ലിക്കൊണ്ടാണ്. 117, അത് നമ്മുടെ പ്രീവിയസ് പുസ്തകം 116 അതിന്റെ കാരണങ്ങളാൽ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കും. എന്തുകൊണ്ടാണ് നമ്പർ ഇങ്ങനെ മാറി വരുന്നത്? ബൈബിളിൽ ഒരു നമ്പർ, നമ്മുടെ ബ്രീവറിയിൽ വേറെ നമ്പർ, അത് അതിന്റെ കാരണമെല്ലാം പറഞ്ഞു തരുന്നതാണ്. ഇനി ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് 1-2 തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം നിങ്ങളെ 1-2 പുസ്തകങ്ങൾ കാണിക്കുന്നു. ഇതാണ് ഹീബ്രു ബൈബിളില്, ഇതാണ് സങ്കീർത്തനങ്ങൾ. അതിന് മുകളിൽ നോക്കിക്കോ. അതിന് എഴുതിയിരിക്കുന്നത്, സങ്കീർത്തനങ്ങളുടെ ഹീബ്രുവിൽ എഴുതിയിരിക്കുന്നത് തെഹ്ലിം എന്നാണ്. സാൽമി എന്നുള്ള ലത്തീനാണ് തെഹ്ലിം. അത് നിങ്ങൾക്കറിയാം, ഹീബ്രുവില് വലത്തുനിന്ന് ഇടത്തോട്ടാണ് പോകുന്നത്. നമ്മൾ സാധാരണ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്നതിന് പകരം ഇത് വലത്തുനിന്ന് ഇടത്തോട്ടാണ് പോവുക. ഇതാണ് തെഹ്ലിം അല്ലെങ്കിൽ സങ്കീർത്തനം എന്നുള്ള ആ പുസ്തകം ഹീബ്രു ബൈബിളില്. അതിൻ്റെ ഗ്രീക്ക് ബൈബിള്, അതറിയപ്പെടുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, ഇൻട്രൊഡക്ഷൻ സ്ക്രിപ്റ്റിൽ പഠിച്ചതായിരിക്കും, സെപ്ത്വജീന്ത് എന്നാണ് അറിയപ്പെടുക. സെപ്ത്വജീന്ത് കാണാമോ? സെപ്ത്വജീന്ത്, അത് സെപ്ത്വജീന്ത് എന്ന് പറഞ്ഞാൽ 70 എന്നർത്ഥം. 70 സ്കോളേഴ്സ് കൂടി ഹീബ്രു ബൈബിള് 70 ദിവസം കൊണ്ട് തർജ്ജമ ചെയ്യുന്നുള്ള ആ പാരമ്പര്യത്തിൽ നിന്നാണ് സെപ്ത്വജീന്ത് എന്നുള്ള വാക്ക്, 70 എന്ന വാക്കിന്റെ അർത്ഥം. ഇത് ഗ്രീക്ക് ബൈബിളാണ്. ഗ്രീക്ക് ബൈബിളില് ഇത് നമ്മൾ സാധാരണ ഇംഗ്ലീഷ് ബൈബിൾ പോലെ തന്നെ ഇടത്തുനിന്ന് വലത്തോട്ടം, മറ്റേ വലത്തുനിന്ന് ഇടത്തോട്ടം. അതാണ് ഗ്രീക്ക് ബൈബിൾ. അതിൻ്റെ കാണാമോ? അത് മുകളില് എഴുതിയിരിക്കുന്ന സാൽമോയ്, ഗ്രീക്ക് അക്ഷരങ്ങളാണ് കാണുന്നത്. മുകളിൽ കാണുന്നത് നമ്മൾ ഹീബ്രുവില് തെഹീലിം എന്ന് കണ്ടു, ഇവിടെ സാൽമോയ്. ആ സങ്കീർത്തനങ്ങൾക്ക് നമ്മൾ ഗ്രീക്കിൽ പറയുന്ന വാക്കാണ് സാൽമോയ്. അത് നിങ്ങൾ പഠിക്കുമ്പോഴിങ്ങനെ പുസ്തകം കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ കണ്ടിട്ട് പോയില്ലെന്ന് പറയരുത്. അതുകൊണ്ടാണ് ഇത് ഗ്രീക്ക് ഹീബ്രു ബൈബിള്. ഇനി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി തന്നിരിക്കുന്നത് സങ്കീർത്തനങ്ങൾ, ആൽഫായുടെ സങ്കീർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു പുസ്തകമുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷും ഉണ്ട്, കൊച്ചു പുസ്തകമുണ്ട്. നിങ്ങൾക്ക് ആ പഠിത്തം ഉള്ളത് കൊണ്ട് പരമാവധി ഇതിനെ ആസ്പദമാക്കിയാണ് ഞാൻ പറയുക. പക്ഷെ ഇതിനകത്ത് ഇല്ലാത്ത കുറെ കാര്യങ്ങൾ പറയും. ഇതിനകത്തൊരു 1-2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ആൽഫായുടെ പുസ്തകത്തിന്റെ ഒരു പ്രശ്നം, നിങ്ങൾക്ക് ഈ പുസ്തകം കയ്യിലുണ്ടെങ്കിൽ എടുത്ത് നോക്കിക്കോ. ഞാൻ ഇടയ്ക്ക് പേജൊക്കെ പറയും. അധ്യായം 1 സങ്കീർത്തനങ്ങൾക്കൊരു ആമുഖം. അത് പേജ് 5 നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പേജ് 5 നിങ്ങളുടെ പുസ്തകം സ്വന്തമായിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ
അധ്യായം 1 എഴുതി വെക്കുക. ഇതിന്റെ അടിയിലെ സങ്കീർത്തനങ്ങൾക്ക് ആമുഖം, അതാണ് ആദ്യത്തേത്. പിന്നെ പേജ് 43 പേജില് നിങ്ങൾ മുകളില് അധ്യായം 2 എന്ന് എഴുതി വെക്കുക. അധ്യായം 2, അതിന്റെ അധ്യായത്തിന്റെ പേര് സങ്കീർത്തനങ്ങളുടെ വ്യാഖ്യാന പഠനം. സങ്കീർത്തനങ്ങളുടെ വ്യാഖ്യാന പഠനം. ആ രണ്ടാം ഭാഗത്ത്, അത് വലിയ അധ്യായമാണ്. രണ്ടാം ഭാഗത്ത് ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന 28 സങ്കീർത്തനങ്ങളുടെ വ്യാഖ്യാന പഠനം, വ്യാഖ്യാനം കൊടുത്തിരിക്കും. 150 സങ്കീർത്തനം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതിൽ ഒരു 28 സെലക്ട് ചെയ്തിട്ട് അതിന് വ്യാഖ്യാനം കൊടുത്തിരിക്കുക. അത് നിങ്ങൾ വായിച്ച് പഠിക്കണം. അതിനകത്ത് പരീക്ഷയ്ക്ക് ഒരു എന്നൊക്കെ വിചാരിക്കുന്നത്. നമുക്ക് എല്ലാം കൂടെ വായിക്കാൻ 1.5 മണിക്കൂർ നേരത്തെ പഠിപ്പിക്കാൻ പറ്റിയല്ല. ആദ്യത്തെ ഭാഗമാണ് ഞാൻ പഠിപ്പിക്കുക. 1-ാം അധ്യായത്തിലെ ഭാഗമാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. ഇനി വീണ്ടും 5-ാമത്തെ പേജിലേക്ക് വരിക. അധ്യായം 1, സങ്കീർത്തനങ്ങൾക്കൊരു ആമുഖം. അതിന് മുകളിൽ നിങ്ങൾ ഒന്ന് എഴുതി ചേർത്ത് നല്ലതാണ്. സങ്കീർത്തനങ്ങൾക്ക് ആമുഖം തൊട്ട് താഴെ 1 പദോൽപത്തി, എറ്റിമോളജി, പദോൽപത്തി എന്ന് എഴുതുക. പിന്നെ ആ വിവിധ പേരുകൾ എന്നുള്ള വെട്ടിക്കളയുക. അതിന് ഏറ്റവും പേജിന്റെ അവസാനം ഉള്ളടക്കം. ഇതിനകത്ത് ഇങ്ങനെ സാധനം ഇല്ല, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഈ പുസ്തകത്തിൽ അങ്ങനെ ഇല്ല. ഉള്ളടക്കം, കണ്ടന്റ് ഓഫ് ദ സാംസ്. പിന്നെ ഓരോന്നിനും ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഓരോന്ന് പറയാം. അത് നിങ്ങൾക്ക് സ്ക്രീനെ വരും. അപ്പൊ സ്ക്രീനെ വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അന്നേരം ഞാൻ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. പിന്നെ എൻ്റെ മെത്തഡോളജിയിൽ ലേൺ ഹിയർ ആൻഡ് നൗ എന്നാണ്. നമ്മൾ കുറെ ലെക്ചർ അടിച്ച് പോകുമല്ല, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നേരം തന്നെ പഠിപ്പിച്ച് നിങ്ങൾ പഠിച്ചൊന്ന് തീർച്ചപ്പെടുത്തിയിട്ടാണ് മുന്നോട്ട് പോവുക. അതുകൊണ്ട് അതായിരിക്കും മെത്തഡോളജി. ഇനി എൻ്റെ പുസ്തകമുണ്ട് ഇവിടെ, സാംസ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. ഇത് സെമിനാരികൾ പഠിപ്പിക്കുന്നതാണ്. അപ്പൊ ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കുന്ന പുസ്തകമാണ്. ഇത് 500 പേജുണ്ട്. എല്ലാ സാംസിനെ കുറിച്ച്, സങ്കീർത്തനെ കുറിച്ചുള്ള ആമുഖ പഠനങ്ങൾ കൂടാതെ, വിശദമായ ആമുഖ പഠനങ്ങൾ കൂടാതെ 150 സങ്കീർത്തനത്തെ കുറിച്ചും വിശദമായ വ്യാഖ്യാനങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. പക്ഷെ ഇംഗ്ലീഷിലാണ്. അത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക്, പിന്നെ എപ്പോഴെങ്കിലും കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് മേടിച്ച് വായിക്കാം. അപ്പൊ അതാണ് പ്രിലിമിനറി ആയിട്ട് പറയാൻ പോകുന്നത്. ഇനി നമ്മൾ പഠനത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ പറഞ്ഞ പുസ്തകം 2 തിരിച്ച് 1-ാം അധ്യായം 2-ാം അധ്യായം എന്ന് പറഞ്ഞു. 1-ാം അധ്യായത്തില് 18 സബ് ടൈറ്റിൽസ്, ശീർഷകങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് 1 പദോൽപത്തി, നിങ്ങളുടെ സ്ക്രീൻ വരും വിചാരിക്കുന്നു. 1 പദോൽപത്തി, 2 ഉള്ളടക്കം. ഉള്ളടക്കം നിങ്ങളുടെ പുസ്തകത്തിൽ ഇല്ല, അതുകൊണ്ട് ഞാൻ പറയുന്ന പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കണം. 3 കയ്യെഴുത്ത് പ്രതികൾ. ബാക്കിയെല്ലാം നിങ്ങളുടെ പുസ്തകത്തിൽ ടൈറ്റിലുണ്ട്, നമ്പർ ഇട്ടാൽ മതി. കയ്യെഴുത്ത് പ്രതികൾ, ആദ്യകാല വിവർത്തനങ്ങൾ, സങ്കീർത്തനങ്ങൾ എണ്ണുന്ന വിധം, വിഭജനം, ശീർഷകങ്ങൾ, പദ്യശൈലി, ഉത്ഭവ ചരിത്രവും പാരമ്പര്യവും, കാലനിർണയം, സങ്കീർത്തന ഗ്രന്ഥത്തിന്റെ പൂർണ്ണരൂപം, സങ്കീർത്തന ഗ്രന്ഥത്തിന്റെ പ്രാമാണികത്വം, സങ്കീർത്തനങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ, സങ്കീർത്തനത്തിന്റെ സാഹിത്യ വിഭാഗങ്ങൾ. അത് ഈ പുസ്തകത്തില് 6 തിരിച്ചിരിക്കുന്നത്. ഞാനത് ഹീബ്രു ഭാഷയിൽ 22 അക്ഷരങ്ങളുണ്ട്, അതുകൊണ്ട് 22 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് വിശദമായിട്ട് സങ്കീർത്തനങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. അത് പരമാവധി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. പിന്നെ പുസ്തകത്തിൽ തന്നെ ഉള്ളതാണ്. 15 ദൈവ സങ്കീർത്തനങ്ങളിൽ, 16 ഇസ്രായേൽ ദൈവജനമായി സങ്കീർത്തനങ്ങളിൽ, 17 ദൈവാലയവും ആരാധനയും സങ്കീർത്തനങ്ങളിൽ, 18 ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി. നിങ്ങളുടെ പുസ്തകത്തിലുള്ള 2-ാമത്തെ അധ്യായം സങ്കീർത്തനങ്ങൾ വ്യാഖ്യാന പഠനമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 150 സങ്കീർത്തനങ്ങളുണ്ട്. പക്ഷേ ആ 150 സങ്കീർത്തനങ്ങളിൽ 28 സങ്കീർത്തനങ്ങൾ മാത്രമാണ് നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ആമുഖം. എന്താണ് സങ്കീർത്തന ഗ്രന്ഥം? എന്താണ് സങ്കീർത്തന ഗ്രന്ഥം? അത് അതേപടി നിങ്ങളുടെ പുസ്തകത്തിൽ ആരംഭത്തിലില്ല. എന്നാൽ പേജ് 16 എടുക്കുകയാണെങ്കിൽ, നിങ്ങളുടെ പുസ്തകത്തിലെ പേജ് 16 എടുക്കുകയാണെങ്കിൽ അവിടെ പലയിടത്തായിട്ട് ഈ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഉണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്തെങ്കിലും ചെയ്യാം. ഒരു 6 പോയിന്റ് ഞാനിവിടെ പറയും. എന്താണ് സങ്കീർത്തന ഗ്രന്ഥം? 1, സങ്കീർത്തന ഗ്രന്ഥം ഇസ്രായേലിന്റെ ആധ്യാത്മിക അനുഭവത്തിന്റെ ആകെത്തുകയാണ്.
സോറി ഫാദർ, അച്ഛാ, ഒന്നും വിസിബിൾ അല്ല, സ്ക്രീന് വിസിബിൾ അല്ല, നെറ്റ്വർക്ക് വിസിബിൾ ആണ്. എനിക്ക് ഒരു ആമുഖത്തിന്റെ ഒരു ജസ്റ്റ് ഒരു ഇതായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ, ഒന്നും വിസിബിൾ അല്ല. ബാക്കിയുള്ളവർക്ക് വിസിബിൾ ആണോ? അല്ല, വിസിബിൾ അല്ല. നോക്കട്ടെ, ഒരു ബ്രദറാ ചെയ്യുന്നത്, സഹായിക്കുന്നത്. ഇതുണ്ട്, ഇപ്പൊ പോയതുകൊണ്ടായിരിക്കും. എനിക്ക് കാണത്തില്ല, ഞാനോടത്ത് ഇങ്ങനെ കാണുന്നത്. ഒരു സെക്കൻഡ് പുള്ളി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ കാണാവോ? ഇപ്പൊ കണ്ടില്ലേ? കാണാം. പോയാ പിന്നെ പോയല്ലോ. പിന്നെയും പോയച്ചാ. ഓക്കെ, എന്താണ് സങ്കീർത്തന ഗ്രന്ഥം? അത് നിങ്ങൾ സൂക്ഷിച്ചത് പറയാം. ഞാൻ ഇത് ആ സ്ക്രീനിൽ കാണുന്ന കാര്യം തന്നെ ഞങ്ങൾ പഠിപ്പിക്കാം. അപ്പം സങ്കീർത്തനത്തെ പറ്റി നമുക്ക് പഠിക്കാനും മറ്റുള്ളവർ പഠിപ്പിക്കാനുമുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുക. സങ്കീർത്തന ഗ്രന്ഥം ഇസ്രായേലിന്റെ ആധ്യാത്മിക അനുഭവത്തിന്റെ ആകെത്തുകയാണ്. ഞാൻ എല്ലാ പറയുന്ന കാര്യങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം എടുത്തു പറയും, നിങ്ങൾക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ്. സങ്കീർത്തന ഗ്രന്ഥം ഇസ്രായേലിന്റെ ആധ്യാത്മിക അനുഭവത്തിന്റെ ആകെത്തുകയാണ്. രണ്ട്, പഴയ നിയമ ഗ്രന്ഥങ്ങളുടെ ഒരു ചെറിയ പതിപ്പാണ് സങ്കീർത്തന ഗ്രന്ഥം. പഴയ നിയമ ഗ്രന്ഥങ്ങളുടെ ഒരു ചെറിയ പതിപ്പാണ് സങ്കീർത്തന ഗ്രന്ഥം. വീണ്ടും പറഞ്ഞാൽ, പഴയ നിയമത്തിലെ സുപ്രധാനമായ ആശയങ്ങളുടെ പ്രാർത്ഥനാപൂർവമായ അവതരണമാണ് സങ്കീർത്തനം. ആവർത്തിക്കുകയാണ്, പഴയ നിയമത്തിലെ സുപ്രധാന ആശയങ്ങളുടെ പ്രാർത്ഥനാപൂർവമായ അവതരണമാണ് സങ്കീർത്തനം. വീണ്ടും പറയുമ്പോൾ, പഴയ നിയമത്തിലെ രക്ഷാകര സംഭവങ്ങളുടെ ധ്യാനാത്മകവും അനുഷ്ഠാനപരവുമായ ആവർത്തനമാണിത്. പഴയ നിയമത്തിലെ രക്ഷാകര സംഭവങ്ങളുടെ ധ്യാനാത്മകവും അനുഷ്ഠാനപരവുമായ ആവർത്തനമാണിത്. വീണ്ടും, സിനഗോഗുകളിലും ദൈവാലയത്തിലും പരസ്യാരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി സമാഹരിക്കപ്പെട്ടവയാണ് സങ്കീർത്തനങ്ങൾ. സിനഗോഗുകളിലും ദൈവാലയത്തിലും പരസ്യാരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി സമാഹരിക്കപ്പെട്ടവയാണ് സങ്കീർത്തനങ്ങൾ. വീണ്ടും നമ്മൾ പറയുന്നു, ഉന്നത നിലവാരം പുലർത്തുന്ന സംഗീതവും താളവും ലയവുമുള്ള സങ്കീർത്തനങ്ങൾ പ്രാർത്ഥനയിലൂടെയുള്ള ദൈവ മനുഷ്യ സമാഗമത്തെ ത്വരിതപ്പെടുത്തുന്നു. 6 കാര്യങ്ങള് എന്താണ് സങ്കീർത്തന ഗ്രന്ഥം എന്നതിനെ പറ്റി ഞാൻ പറഞ്ഞു. ഒന്നുകൂടെ ഇത് വളരെ മനസ്സിരുത്തി പഠിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്ന സങ്കീർത്തന ഗ്രന്ഥം? അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾ ആ സ്ക്രീനെ നോക്കിയാൽ മതി. ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ നോട്ട് ചെയ്തെടുക്കുക. സങ്കീർത്തന ഗ്രന്ഥം ഇസ്രായേലിന്റെ ആധ്യാത്മിക അനുഭവത്തിന്റെ ആകെത്തുകയാണ്. 2, പഴയ നിയമ ഗ്രന്ഥങ്ങളുടെ ഒരു ചെറിയ പതിപ്പാണ് സങ്കീർത്തന ഗ്രന്ഥം. 3, പഴയ നിയമത്തിലെ സുപ്രധാന ആശയങ്ങളുടെ പ്രാർത്ഥനാപൂർവമായ അവതരണമാണിത്. 4, പഴയ നിയമത്തിലെ രക്ഷാകര സംഭവങ്ങളുടെ ധ്യാനാത്മകവും അനുഷ്ഠാനപരവുമായ ആവർത്തനമാണിത്. 5, സിനഗോഗുകളിലും ദൈവാലയത്തിലും പരസ്യാരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി സമാഹരിക്കപ്പെട്ടവയാണ് സങ്കീർത്തനങ്ങൾ. അവസാനമായി, ഉന്നത നിലവാരം പുലർത്തുന്ന സംഗീതവും താളവും ലയവുമുള്ള സങ്കീർത്തനങ്ങൾ പ്രാർത്ഥനയിലൂടെയുള്ള ദൈവ മനുഷ്യ സമാഗമത്തെ ത്വരിതപ്പെടുത്തുന്നു. അത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്താണ് നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് പഠിക്കുന്ന ഓബ്ജക്റ്റ് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് സങ്കീർത്തനം. ഈ സാധനം നിങ്ങളുടെ പുസ്തകത്തില് 16ാമത്തെ പേജിലുണ്ട്. ഇത് ഈ ഓർഡറിലായിരിക്കില്ല, 16ാമത്തെ പേജിൽ പലയിടത്താറ് കിടപ്പുണ്ട്. നമ്മൾ ഇനി കടന്നു പോകുന്നത് അധ്യായം 1 പദോൽപത്തി പറ്റി പറഞ്ഞാണ്. പദോൽപത്തി, എറ്റിമോളജി. അത് സ്ക്രീനിൽ അവിടെ ഇല്ല, നിങ്ങൾ ഓർത്താൽ മതി.
ഇതല്ല, നിങ്ങൾ താത്തിയിട്ട് മുകളിലിട്ടെടുത്ത്. അതെ, അതല്ല. ആ, ഇത് മെയിൻ ഹെഡിങ് ആണ്. ആ, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന എറ്റിമോളജി. പദോൽപത്തിയാണ് പറയുക എറ്റിമോളജി. ഹീബ്രു, ഞാൻ നിങ്ങളെ ആദ്യമേ സങ്കീർത്തനത്തിന്റെ പുസ്തകം കാണിച്ചു, നമ്മുടെ ബൈബിളിൽ ഹീബ്രു ബൈബിളിലെ പുസ്തകം കാണിച്ചു. അതിൽ ഈ പുസ്തകത്തിന്റെ പേര് ഹീബ്രു തെഹിലിം എന്നാണ്. തെഹിലിം. ആ ഹീബ്രു ഈ സങ്കീർത്തനങ്ങൾ എങ്ങനെയാണ് ബൈബിളിൽ അറിയപ്പെടുന്നത് ചോദിച്ചാൽ വാക്ക് തെഹിലിം, ഹീബ്രു വാക്ക് തെഹിലിം. ഹീബ്രു ഈ തെഹിലിം എന്ന വാക്കിന്റെ അർത്ഥം സ്തുതിപ്പുകൾ എന്നാണ്. സ്തുതിപ്പുകൾ. എന്നാൽ 150 സങ്കീർത്തനങ്ങളിലെ മജോറിറ്റി കൂടുതലും സ്തുതിപ്പുകളല്ല, വിലാപങ്ങളാണ് കൂടുതൽ. വിലാപങ്ങൾ അറിയപ്പെടുന്നത് തെഫീലോത്ത് എന്നാണ്. ഹീബ്രുവില് തെഫീലോത്ത്. കൂടുതൽ വിലാപങ്ങളാണെങ്കിൽ പോലും അത് നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ആസ്പെക്റ്റിൽ വെച്ച് ഇതിന്റെ എഡിറ്റേഴ്സ്, സങ്കീർത്തനങ്ങളെല്ലാം എഡിറ്റ് ചെയ്ത ആളുകൾ അവര് തെഫിലോത്ത് എന്ന വാക്കായിരുന്നു കൂടുതൽ സങ്കീർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. എങ്കിലും അത് ഉപയോഗിക്കാതെ സ്തുതിപ്പുകൾ എന്ന വാക്കാണ് പൊതുവായിട്ട് ഈ പുസ്തകത്തിന് കൊടുത്തത്. അത് ഹീബ്രുവിലെ കാര്യമാണ് പറയുക. ഹീബ്രുവിന്റെ പേര് തെഹിലിം എന്നാണ്. തെഹിലിം എന്ന് പറഞ്ഞാൽ സ്തുതിപ്പുകൾ എന്നർത്ഥം. എന്നാൽ വീണ്ടും ഞാൻ പറയുകയാണ്, മജോറിറ്റി സാംസ് തെഹിലിം അല്ല, സ്തുതിപ്പുകളല്ല, വിലാപങ്ങളാണ് കൂടുതൽ. എങ്കിലും വിലാപങ്ങൾ എന്ന വാക്ക് കൊടുത്തില്ല, തെഫീലോത്ത് എന്ന വാക്ക് കൊടുക്കാതെ എഡിറ്റേഴ്സിന്റെ കാര്യമാണ് പറയുക. അവര് തെഹിലിം എന്ന വാക്ക് കൊടുത്തു. ഇത് സ്തുതിപ്പുകൾ. ഇത് 150 മജോറിറ്റി സ്തുതിപ്പുകളല്ല, എങ്കിലും ഈ പുസ്തകത്തിന് പൊതുവായി കൊടുത്ത പേര് തെഹിലിം അഥവാ സ്തുതിപ്പുകൾ എന്നാണ്. അത് ഹീബ്രുവിലെ കാര്യമാണ്. ഗ്രീക്കിലേക്ക് വരുമ്പോൾ, ഞാൻ ഗ്രീക്ക് ബൈബിൾ നിങ്ങളെ കാണിച്ചിരുന്നു. ഗ്രീക്കിലേക്ക് വരുമ്പോൾ ഇത് ഒരു സങ്കീർത്തനത്തെ പറയുക സാൽമോസ് എന്നാണ്. സാൽമോസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം മ്യൂസിക് ഓഫ് സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ് എന്നാണ്. മ്യൂസിക് ഓഫ് ദി സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ്, തന്ത്രികളുടെ സംഗീതം. മ്യൂസിക് ഓഫ് ദി സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ്. നമുക്കറിയാം പല സംഗീത ഉപകരണങ്ങൾക്കും തന്ത്രികളുണ്ട്. ആ തന്ത്രികളുടെ സംഗീതം, മ്യൂസിക് ഓഫ് ദി സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ്സ് എന്നാണ് സാൽമോസ് എന്ന വാക്കിന്റെ അർത്ഥം. അതിന്റെ പ്ലൂറലാണ് സാൽമോയ്. അതാണ് ഞാൻ നിങ്ങളെ കാണിച്ച, അത് ഗ്രീക്ക് ബൈബിളിൽ കാണിച്ച ആ സങ്കീർത്തനത്തിന്റെ മുകളില് ടൈറ്റിലായി കൊടുത്തിരുന്ന സാൽമോയ്. വത്തിക്കാൻ കോഡക്സിൽ അല്ലെ ഈ സങ്കീർത്തനം കൊടുത്തിരിക്കുന്ന പേര് ആണ് സാൽമോയ്. സാൽമോസ് സിംഗുലർ ആണ് ആ സങ്കീർത്തനം, അല്ലെങ്കിൽ തന്ത്രികളുടെ സംഗീതം എന്നാണ് അർത്ഥം. അതിന്റെ പ്ലൂറലാണ് സാൽമോയ്. അതാണ് ഗ്രീക്ക് വത്തിക്കാൻ കോഡക്സില് പുസ്തകത്തിന്റെ, ഈ സങ്കീർത്തന പുസ്തകത്തിന്റെ പേര്. എന്നാൽ അലക്സാണ്ട്രിയൻ കോഡക്സില് വേറെ ഈ ഗ്രീക്കിൽ തന്നെ അറിയപ്പെടുന്നത് സൾട്ടേരിയോൺ എന്ന വാക്കാണ്. സൾട്ടേരിയോൺ ഗ്രീക്കാണ്. സൾട്ടേരിയോൺ അത് തന്ത്രികളുള്ള സംഗീത ഉപകരണം എന്നർത്ഥം. മ്യൂസിക് ഓഫ് ദി സ്ട്രിങ്ഡ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വിത്ത് സ്ട്രിങ്സ് എന്നാണ് അർത്ഥം. സൾട്ടേരിയോൺ ഗ്രീക്ക് വാക്കാണ്. അതിനകത്ത് നിന്നാണ് സാൾട്ടർ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. സാൾട്ടർ, PSALTER, സാൾട്ടർ. അത് ഇംഗ്ലീഷില് ദ സാൾട്ടർ എന്ന് പറഞ്ഞാൽ അത് ബുക്ക് ഓഫ് സാംസ് എന്നർത്ഥം. ദ സാൾട്ടർ എന്ന് മാത്രം പറഞ്ഞാൽ ദ ബുക്ക് ഓഫ് സാംസ്, സങ്കീർത്തന പുസ്തകം എന്നർത്ഥം. അത് അലക്സാണ്ട്രിയൻ കോഡക്സില് സങ്കീർത്തനത്തെ വിളിക്കുന്ന പേരാണ് സാൾട്ടേരിയോൺ. അതിനകത്ത് നിന്ന് ഇംഗ്ലീഷ് വാക്ക് സാൾട്ടർ എന്ന് വന്നു. നിങ്ങൾ വല്ല കമന്ററി ഒക്കെ വായിക്കുമ്പോൾ ദ സാൾട്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദ ബുക്ക് ഓഫ് സാംസ് എന്നാണ്. ഈ ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം സങ്കീർത്തനങ്ങൾ വെറുതെ ചൊല്ലി തീർക്കാനുള്ളതല്ല, വാദ്യോപകരണങ്ങളോട് കൂടി പാടേണ്ടതാണ്. സങ്കീർത്തനങ്ങൾ വായിച്ചു തീർക്കേണ്ടതല്ല, പക്ഷെ അത് വാദ്യോപകരണങ്ങളോട് കൂടി പാടേണ്ടതാണ് എന്നാണ് ഇതിന്റെ ഗ്രീക്കിന്റെ വാക്കിന്റെ അർത്ഥം. അടുത്ത നമ്മൾ ഉള്ളടക്കത്തെ പറ്റി ചിന്തിക്കുക. ഉള്ളടക്കം എന്താണ്? ഇതിനകത്ത് ഉള്ളടക്കം ആദ്യമായി നമുക്ക് പറയാം, ദൈവവുമായി യാഹ്വേയോടുള്ള പ്രാർത്ഥനയാണ് സങ്കീർത്തനങ്ങൾ ഉള്ളടക്കം. ഈ പുസ്തകത്തിൽ, നിങ്ങളുടെ പുസ്തകത്തിൽ ഇല്ല, അതുകൊണ്ട് ഒന്നെങ്കിൽ നോട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. ദൈവമായ യാഹ്വേയോടുള്ള, യാഹ്വേ ആണ് ഹീബ്രു വാക്ക്,
അത് അവര് യാഹ്വയുടെ പേര്, ദൈവത്തിന്റെ പേര് ഉച്ചരിക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് യാഹ്വ എന്ന് എഴുതിയിട്ട് അദോണ എന്നാണ് ഉച്ചരിച്ചിരുന്നത്. നമ്മുടെ മലയാള ബൈബിളിൽ കർത്താവ് എന്നാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഞാനത് പഴയ നിയമത്തിൽ കർത്താവ് എന്ന് ആ വാക്ക് യാഹ്വ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാരണം കർത്താവ് എന്ന വാക്ക് പുതിയ നിയമത്തിൽ ഈശോയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സാധാരണ യാഹ്വ എന്നുള്ളത് കർത്താവ് തർജ്ജമ ചെയ്യാറില്ല. ദൈവമായ യാഹ്വയോടുള്ള പ്രാർത്ഥനയാണ് സങ്കീർത്തനങ്ങൾ ഉള്ളടക്കം. ആരെങ്കിലും നിന്നോട് ചോദിക്കുകയാണ് എന്താണ് ഈ പുസ്തകത്തിന് ഉള്ളടക്കം? ദൈവമായ യാഹ്വയോടുള്ള പ്രാർത്ഥനയാണ് സങ്കീർത്തനങ്ങൾ ഉള്ളടക്കം. മനുഷ്യർ സാധാരണയായി പ്രകടിപ്പിക്കുന്ന എല്ലാവിധ വികാര വിചാരങ്ങളും സങ്കീർത്തനങ്ങളിലുണ്ട്. പ്രത്യേകം ഓർക്കേണ്ടതാണ്, മനുഷ്യർ സാധാരണ പ്രകടിപ്പിക്കുന്ന എല്ലാവിധ വികാര വിചാരങ്ങളും സങ്കീർത്തനങ്ങളുണ്ട്. ഈവൻ സെക്ഷൽ ഫീലിംഗ് അതുപോലെ ഇതിനകത്തുണ്ട്. സങ്കീർത്തനം 45 അതാണ്. വിലാപം അത് പ്രധാനപ്പെട്ട കണ്ടന്റാണ്, ഉള്ളടക്കം. സങ്കീർത്തനത്തിൽ ഒരു പ്രധാനപ്പെട്ട ഉള്ളടക്കമാണ് വിലാപം. ആ വിലാപത്തിൽ എന്താ കാണുക? നിസ്സഹായാവസ്ഥ, നിരാശ, പ്രതിസന്ധി, വലിയ രോഗാവസ്ഥ, മരണത്തിന്റെ വക്കിലെത്തി, ശത്രുക്കളുടെ ആക്രമണം, തോൽവികൾ, പ്രതികൂല കാലാവസ്ഥ, വരൾച്ച, പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ, ഇവയുടെയെല്ലാം പശ്ചാത്തലത്തില് വിലപിക്കുന്ന യഹൂദരെയാണ് നമ്മൾ നിരവധി സങ്കീർത്തനങ്ങളിൽ കാണുക. ആ സങ്കീർത്തനങ്ങൾ ഉള്ളടക്കവും ഇങ്ങനെയുള്ള വിലാപമാണ്. അടുത്ത ഒരു ഉള്ളടക്കം, കുറേയേറെ സങ്കീർത്തനങ്ങൾ ഉള്ളടക്കം കൃതജ്ഞതയാണ്. കൃതജ്ഞത എന്തുകൊണ്ടാണ്? യുദ്ധത്തിലുണ്ടായ വിജയം, അപ്പോൾ അവര് ദൈവത്തിന് നന്ദി പറയും. സമൃദ്ധമായ വിളവ് അങ്ങനെ ഉണ്ടാകുമ്പോഴും അവര് ഒരുമിച്ച് കൂടി ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പം കൃതജ്ഞതയുടെ, അത് സമൂഹ കൃതജ്ഞതയുടെയാണ്. വ്യക്തികളുടെ കൃതജ്ഞതയും അവർക്ക് വ്യക്തി ജീവിതത്തിലെ വിജയം ഉണ്ടാകുമ്പോൾ അവരും അങ്ങനെ ചെയ്യുന്ന പതിവ് ഉണ്ടായിരുന്നു. അടുത്താണ് അനുതാപം. അനുതാപം ദൈവത്തിനെതിരെ ചെയ്ത പാപം ലഭിക്കാൻ വേണ്ടി. പിന്നെയാണ് സ്തുതിപ്പ്. സൃഷ്ടാവായ ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി സ്തുതിപ്പുകൾ ഉണ്ടായിരുന്നു. അത് ഈ സങ്കീർത്തനങ്ങളിൽ കുറെ ഉണ്ട്. പിന്നെ തീർത്ഥാടനക്ക് ഉള്ളടക്കം പല സങ്കീർത്തനങ്ങൾ ഉള്ളടക്കം തീർത്ഥാടനത്തിന് പോകുമ്പോൾ അവർ പാടിക്കൊണ്ടിരുന്ന സങ്കീർത്തനങ്ങളാണ്. അത് ജെറുസലേമിലേക്ക് യാത്രയിൽ അവര് പാടിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ അന്ന് പാടിക്കൊണ്ടിരുന്ന എല്ലാം നമുക്ക് ലഭിച്ചിട്ടില്ല, പലതും നഷ്ടപ്പെട്ടു പോയി. പിന്നെ ധ്യാനാത്മക സങ്കീർത്തനങ്ങളുണ്ട്. അത് വിജ്ഞാന ഗീതങ്ങൾ, പ്രവാചക ഗീതങ്ങൾ, സിയോൺ ഗീതങ്ങൾ, ആരാധനക്രമ ഗീതങ്ങൾ, രാജകീയ മെസ്സയാനിക ഗീതങ്ങൾ, പ്രബോധന ഗീതങ്ങൾ, അക്ഷരമാല ഗീതങ്ങൾ എന്നിങ്ങനെ ധാരാളം ഗീതങ്ങൾ നമുക്കുണ്ട്. അടുത്താണ് നമ്മൾ കാണുന്നത് കയ്യെഴുത്ത് പ്രതികൾ. സങ്കീർത്തനങ്ങൾ മൂലരൂപം ഹീബ്രുവിലായിരുന്നു. ഞാൻ ഹീബ്രുവിൽ നിങ്ങളെ ആരംഭത്തിൽ കാണിച്ചു. ഹീബ്രു ബൈബിൾ തെഹലീം എന്ന് എഴുതിയിരിക്കുന്നത് കാണിച്ചു. മൂലരൂപം ഹീബ്രുവിലാണ്. ഏത് ഭാഷയിലാണ് എഴുതിയത്? ഹീബ്രു ഭാഷയിലാണ്. അതിന് ഇന്ന് നമുക്കുള്ളത് ലെനിൻഗ്രാഡ് കോഡെക്സ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ എഴുത്ത് പ്രതി 1008 പകർത്തി എഴുതപ്പെട്ടതാണ്. ഇന്ന് കിട്ടിയിരിക്കുന്ന ഏറ്റവും പഴയ കയ്യെഴുത്ത് പ്രതി. 1008 എഴുതപ്പെട്ട ലെനിൻഗ്രാഡ് കോഡെക്സ് ആണ് ഈ സങ്കീർത്തനെ പറ്റിയുള്ള ഇപ്പോൾ ലഭ്യമായതിൽ ഏറ്റവും പഴയത്, ലെനിൻഗ്രാഡ് കോഡെക്സ്. അടുത്തത് ആദ്യകാല വിവർത്തനങ്ങൾ. ഞാൻ മുമ്പേ ആരംഭത്തിൽ കാണിച്ച 2 പുസ്തകങ്ങൾ കാണിച്ചു. ഒന്ന് ഹീബ്രു ബൈബിൾ കാണിച്ചു, മറ്റൊന്ന് ഗ്രീക്ക് ബൈബിൾ കാണിച്ചു. അതിന്റെ പുറഞ്ഞട്ടയിൽ സെപ്തുജീന്ത് എന്ന് എഴുതിയിരിക്കുന്നത് കാണും. സെപ്തുജീന്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അത് തന്നെയാണ്. LXX എന്ന് പറഞ്ഞാൽ അത് റോമൻ ലെറ്റേഴ്സ് 70. അത് ഗ്രീക്ക് വിവർത്തനത്തിന് അറിയപ്പെടുന്ന വാക്കാണ്. ഗ്രീക്ക് വിവർത്തനം അറിയപ്പെടുന്നത് സെപ്തുജീന്ത്, 70 എന്നർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞു 70 സ്കോളേഴ്സ് 70 ദിവസം കൊണ്ട് ഹീബ്രു ബൈബിൾ ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്യുന്നതിനുള്ള പാരമ്പര്യത്തിന് പുറത്താണ് ഈ ഗ്രീക്ക് ബൈബിളിന് സെപ്തുജീന്ത് എന്ന പേര് കൊടുത്തിരിക്കുന്നത്. 3 ആദ്യകാല വിവർത്തനങ്ങൾ നമുക്കുണ്ട്. ആദ്യത്തേത് വത്തിക്കാൻ കോഡെക്സ്, AD 325-നും 350-നും ഇടയ്ക്ക് എഴുതപ്പെട്ട വത്തിക്കാൻ കോഡെക്സ്. 2 സീനായ് കോഡെക്സ് 325-ന് ശേഷം
AD 325 ശേഷം എഴുതപ്പെട്ടതാണ്. മൂന്നാമത്തേത് അലക്സാണ്ട്രിയൻ കോഡെക്സ് 5-ാം നൂറ്റാണ്ടിൽ AD 5-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണ്. ഇനി ലത്തീനില് ഗാളിക്കൻ സാൾട്ടർ എന്ന പേരില് വിശുദ്ധ ജെറോം 392 AD 392 സങ്കീർത്തനങ്ങൾ തന്നെ ലത്തീനിലേക്ക് തർജ്ജമ ചെയ്തിരുന്നു. പക്ഷെ അദ്ദേഹം തന്നെയാണ് 390-നും 405-നും ഇടയ്ക്ക് 15 വർഷത്തിനിടയ്ക്ക് ബൈബിൾ മുഴുവൻ ലത്തീനിലേക്ക് തർജ്ജമ ചെയ്തു. അപ്പൊ അദ്ദേഹം തർജ്ജമ ചെയ്ത ഈ സങ്കീർത്തന പുസ്തകവും ഈ ഗാളിക്കൻ സാൾട്ടറും അതിനകത്ത് ഉൾപ്പെടുത്തി വൾഗേറ്റ്, നമ്മൾ ഉൾഗാത്ത എന്ന് പറയുന്ന ലത്തീൻ ബൈബിൾ, അത് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക ബൈബിളായിട്ട് നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അടുത്തത് സുറിയാനി പിഷീത്ത എന്നറിയപ്പെടുന്ന സുറിയാനി ബൈബിൾ ആദ്യകാല വിവർത്തനങ്ങളൊന്നാണ്. AD 4-5 നൂറ്റാണ്ടുകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടതാണ്. അപ്പം ഗ്രീക്കിലും ലത്തീനിലും സുറിയാനിയിലും നമുക്ക് ആദ്യകാല വിവർത്തനങ്ങളുണ്ട്. ഗ്രീക്കിലുള്ളത് 3 എണ്ണം: വത്തിക്കാൻ കോഡെക്സ്, സീനായ് കോഡെക്സ്, അലക്സാണ്ട്രിയൻ കോഡെക്സ്. ഇനി നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, സങ്കീർത്തനങ്ങൾ എണ്ണുന്ന രീതി. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ആദ്യം പാടിക്കേൽപ്പിച്ച സങ്കീർത്തനം 117 എന്ന് പറഞ്ഞു. അത് നമ്മുടെ ബ്രീവറി പുസ്തകത്തിൽ 116. പല സങ്കീർത്തനങ്ങളും നമ്മൾ ഒരിടത്ത് വായിക്കുമ്പോൾ ഒരു നമ്പർ കാണും, വേറൊരിടത്ത് വായിക്കുമ്പോൾ അത് അങ്ങനെ ആ നമ്പർ കാണുകയില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ തെറ്റിപ്പോയതാണ്. തെറ്റിപ്പോയതല്ല, അത് നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ ഉണ്ട്. അത് പേജ് 7-ലുണ്ട്. നിങ്ങളുടെ ഈ പുസ്തകം ഉണ്ടെങ്കിൽ പേജ് 7 അവസാനത്തിലും 8-ന്റെ ആരംഭത്തിലുമുണ്ട്. അത് ഹീബ്രു, ഗ്രീക്ക്, ലാറ്റിൻ, സുറിയാനി ഇങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ട് എന്തുകൊണ്ടാണ് സങ്കീർത്തനങ്ങളിലെ നമ്പറിൽ വ്യത്യാസം വന്നു വരുന്നത്? നമ്മുടെ ബ്രീവറി പുസ്തകം 116 സങ്കീർത്തനം എന്ന് പറയുമ്പോൾ അത് നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പോൾ അത് 117ആണ്. അതിന്റെ കാരണം എന്താണ് എന്നാണ് പറയുക. നിങ്ങളുടെ പുസ്തകം കയ്യിലുണ്ടെങ്കിൽ പേജ് 7 അവസാനം നോക്കുക. ഹീബ്രുവിലെ 1 മുതൽ 8 വരെയുള്ള സങ്കീർത്തനങ്ങൾക്ക് എല്ലാ വിവർത്തനങ്ങളിലും എല്ലാ വേർഷൻസും ഒരേ നമ്പറാണ്. അതിൽ മാറ്റം വരികയില്ല. എന്നാൽ ഹീബ്രുവിൽ 9-10 എന്നുള്ളത് ഗ്രീക്ക്, ലാറ്റിനില് 9-10 2 സങ്കീർത്തനം ഒറ്റ സങ്കീർത്തനമായി മാറി. അതുപോലെ സുറിയാനിയിൽ 9-10 ആയിട്ട് കിടക്കുക. അപ്പൊ അവിടെ വന്നപ്പോൾ നമ്പർ മാറ്റം വന്നു. ഇനി ഹീബ്രുവിലെ 11 തുടങ്ങി 113 വരെ സങ്കീർത്തനങ്ങള് ഗ്രീക്ക്, ലാറ്റിൽ വരുമ്പോഴത്തേനും അത് 10 തുടങ്ങി 112 വരെയാണ്. അപ്പൊ ഒട്ടാകെ നമ്പർ മാറി എന്നർത്ഥം. അത് സുറിയാനിയിലും 11-ഉം 113-ഉമാണ്. അടുത്ത പേജിലേക്ക് നോക്കുമ്പോൾ പേജ് 8 മുകളില് 114, 115 ഹീബ്രുവില് 2 സങ്കീർത്തനങ്ങളാണ്. അത് ഗ്രീക്കിലേക്ക് വന്നപ്പോഴത്തേനും ലത്തീനിലേക്ക് വന്ന് 113 ഒറ്റ സങ്കീർത്തനം മാറി. അത് സുറിയാനിയിലേക്ക് വന്നപ്പോൾ 114 അപ്പൊ തന്നെ നമ്പർ മാറിപ്പോയി. 116 ഹീബ്രുവില്, ഗ്രീക്ക്, ലത്തീനില് അത് 114, 115. എന്തേലും വ്യത്യാസം വന്ന് നോക്കി. അത് സുറിയാനി വരുമ്പോൾ 115 മാറി. 4 വേർഷനിലും 4 നമ്പറുകളാണുള്ളത്. ഹീബ്രു 117 മുതൽ 146 വരെ, അത് ഗ്രീക്ക്, ലത്തീനിൽ 116 തുടങ്ങി 145 വരെ. അതുപോലെ തന്നെ സുറിയാനിയിൽ 116, 145. അതുകൊണ്ടാണ് ഞാൻ 117 ഹീബ്രുവിന്റെ അനുസരിച്ച് 117 ഞാൻ ആദ്യം പാടിയത്. എന്ന് പറഞ്ഞ ഞാൻ പാട്ട് പാടിയത്. അത് 117. അത് നമ്മുടെ സുറിയാനിയിലാണ്, നമ്മുടെ ബ്രീവറിൽ വരുന്നത് സുറിയാനിയാണ്. അതുകൊണ്ടാണ് 116 മാറിയത്. അത് എന്തുകൊണ്ടാണ് ഈ മാറ്റം വരുന്നതെന്ന് പലരും ചിന്തിക്കാറുണ്ട്. അച്ചടിപ്പശകാണോ എന്താണെന്നൊക്കെ പറഞ്ഞു. അച്ചടിപ്പശകൊന്നും അല്ല. 3 അല്ലെങ്കിൽ 4 വേർഷനുകൾ 4 നമ്പറുകൾ സ്വീകരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യാസങ്ങൾ വന്നത്. 147 ഹീബ്രുവില്, അത് ഗ്രീക്ക്, ലാറ്റിൻ വന്നപ്പോഴത്തേനും 2 സങ്കീർത്തനങ്ങളായി, ഒരു സങ്കീർത്തനം 2 സങ്കീർത്തനങ്ങളായി 146, 147. അതുപോലെ തന്നെ സുറിയാനിയിലും 146, 147 പിന്നെ അവസാനത്തെ 3 സങ്കീർത്തനങ്ങളും എല്ലാം ഒരുപോലെയാണ്. 148, 150, 148, 150, 148, 150. ഇതാണ് എന്തുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ നമ്പർ മാറിപ്പോകുന്നതെന്ന് പൊതുവെയുള്ള ഒരു ചോദ്യമാണ്. അതിന് ഉത്തരമായി പറഞ്ഞു തന്നത്, ഓരോ വേർഷനിലും ചില വേർഷനിലെ ഒന്നായിരിക്കും സങ്കീർത്തനം, അവരെ 2 ആക്കി. ചിലത് 2 ആയിരുന്നു 1 ആക്കി. അങ്ങനെ വന്നപ്പോഴത്തേനും ഒരെണ്ണം മാറിയപ്പോൾ എല്ലാം മാറിപ്പോകുമല്ലോ. അങ്ങനെ മാറിയാണ് ഇങ്ങനെ മാറ്റം വന്നത്. ഇനി അത് സങ്കീർത്തനങ്ങളുടെ എണ്ണം. ഇനി അത് കൂടാതെ നിങ്ങൾ നോക്കിയാൽ ചില സങ്കീർത്തനങ്ങളില്, നിങ്ങൾ ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ എടുത്തു നോക്കിയാൽ സങ്കീർത്തനം 3 എടുത്ത്, സങ്കീർത്തനം 3
സങ്കീർത്തനം 3-ന്റെ ആരംഭത്തിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? മലയാളത്തില് ദാവീദ് തന്റെ രക്ഷകനായ അബ്സലയിൽ നിന്ന് പലായനം ചെയ്തപ്പോൾ പാടിയ സങ്കീർത്തനം. കർത്താവേ എന്റെ ശത്രുക്കൾ അസംഖ്യമാണ്, അനേകർ എന്നെ എതിർക്കുന്നു. ഇതെല്ലാം കൂടെ ഒറ്റ വാക്യമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ചില വേർഷനിൽ ആദ്യം കൊടുത്തിരിക്കുന്ന ശീർഷകമാണ്, അത് നമ്പർ 1 എഴുതും. രണ്ടാമത് കർത്താവേ എന്റെ ശത്രുക്കൾ അസംഖ്യമാണ്, അത് നമ്പർ 2 ആയിട്ട് വരും. അപ്പൊ ഇവിടെ ശീർഷകവും ആദ്യത്തെ വാക്യവും രണ്ടും കൂടെ ഒറ്റ നമ്പറേ ഉള്ളൂ, ഒറ്റ വാക്യം, ഒന്നാം വാക്യം. പിന്നെ രണ്ടാം വാക്യം ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് പറഞ്ഞു പോവുകയാണ്. പക്ഷെ ചില വേർഷനില് ശീർഷകത്തിൽ തന്നെ ഒന്നാം വാക്യവും, ചില ശീർഷകം വലുതാണെങ്കിൽ അതിന് തന്നെ 1, 2 നമ്പർ വരും. പിന്നെ സങ്കീർത്തനം ആരംഭിക്കുന്നത് 2-ലോ 3-ലോ വാക്യങ്ങളായിരിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളിലെ വാക്യങ്ങളിലും വേർഷൻ ടു വേർഷൻ ഡിഫറൻസ് വരുന്നു. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക, അവസാനം നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അപ്പൊ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, സങ്കീർത്തനങ്ങളുടെ എണ്ണത്തിൽ വ്യത്യാസം വരും. നമ്മൾ ലത്തീൻ നോക്കുന്നതല്ല ഹീബ്രുവിലുള്ളത്, ഹീബ്രുവിൽ നോക്കുന്നതല്ല സുറിയാനിലുള്ളത്. നമ്മൾ മലയാളത്തിലേക്ക് ഏത് വേദഭാഷ നമ്മൾ ഉപയോഗിക്കുന്നു അതനുസരിച്ച് ഈ നമ്പറിൽ വ്യത്യാസം വരും. അത് സങ്കീർത്തനത്തിന്റെ നമ്പറിൽ വ്യത്യാസം. വാക്യങ്ങൾ വ്യത്യാസം ഞാൻ പറഞ്ഞു. ശീർഷകം വ്യത്യസ്തമായിട്ട് ഒരു വാക്യം 1-2 വാക്യമായിട്ട് നിലകൊള്ളുകയാണ് ആകുകയും, പിന്നെ സങ്കീർത്തനം അതിനുശേഷം 3, 4 എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ ചിലടത്ത് വരുന്നു, ചിലടത്ത് അതങ്ങൾ കൂടി ഒന്നായിട്ട് വരുന്നു. അപ്പൊ അതുകൊണ്ട് വാക്യങ്ങളിലും വ്യത്യാസം വരും. അപ്പൊ എന്തുകൊണ്ടാണ് സങ്കീർത്തനം എണ്ണുന്ന രീതിയിൽ വ്യത്യാസം വരുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ അവസാനം ചോദിച്ചാൽ പറയാം. ഞാൻ ക്ലാസ്സിൽ സെമിനാരിക്കാരെ പഠിപ്പിക്കുന്നതാണ്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞാണ് പഠിപ്പിക്കുക. ഇനി വിഭജനം, നിങ്ങൾ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. സങ്കീർത്തനം എത്ര പുസ്തകമുണ്ട്? എല്ലാവരും പറയും 150 പുസ്തകം. 150 പുസ്തകം ഇല്ലല്ലോ, 150 സങ്കീർത്തനങ്ങളാണ്. പക്ഷേ ഈ സങ്കീർത്തനത്തിന്റെ 150 സങ്കീർത്തനങ്ങളെ 5 പുസ്തകങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. നിങ്ങൾ ബൈബിളിൽ നിന്ന് എടുക്കണം. ഇപ്പൊ ക്ലാസ്സിലാണെങ്കിൽ നേരിട്ട് പിള്ളേരുടെ മുന്നേ വെച്ച് ഞാൻ പുസ്തകം എടുപ്പിക്കും. നിങ്ങൾ പുസ്തകം എടുക്കുക, സങ്കീർത്തന പുസ്തകം എടുക്കുക. എന്നിട്ട് 41-ന്റെ അവസാനം എടുത്ത് 41-ന്റെ അവസാനം 1 മുതൽ 41 വരെയുള്ളത് ഒന്നാം പുസ്തകമാണ്. 42 മുതൽ 72 വരെ 2-ാം പുസ്തകം. 73 മുതൽ 89 വരെ 3-ാം പുസ്തകം. 90 മുതൽ 106 വരെ 4-ാം പുസ്തകം. 107 മുതൽ 150 വരെ 5-ാം പുസ്തകം. ക്ലാസ്സിൽ ഞാൻ സെമിനാരിക്കാരെ പഠിപ്പിക്കുമ്പോഴും അവർക്ക് വ്യത്യാസം ഉണ്ടെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഒന്നാമത്തെ ആദ്യം എടുക്കുക, 41-ാമത്തെ സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്യം നിങ്ങൾ എടുക്കുക. എന്നിട്ട് കയ്യിൽ പേന ഉണ്ടെങ്കിൽ വരയ്ക്കുകയും ചെയ്യാം. അതിന്റെ അവസാനം എഴുതിയിരിക്കുന്ന അവസാനത്തെ വാക്യം ഇങ്ങനെയാണ്: ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ, ആമേൻ ആമേൻ. അപ്പൊ ഒരു പുസ്തകം അവസാനിച്ചതിന്റെ അടയാളമാണ് അത്. നിങ്ങൾ 72 എടുക്കുക, 72. അടുത്തത് 42 മുതൽ, അത് വേണമെങ്കിൽ അവിടെ എഴുതി വെക്കാം. 42 മുമ്പ് 2-ാം പുസ്തകം. 1-ാം പുസ്തകം അവസാനിക്കുന്നത് 40-ാം സങ്കീർത്തനത്താണ്. 42 മുതൽ 72 വരെ 2-ാമത്തെ പുസ്തകമാണ്. 72 എടുത്ത് 72-ന്റെ അവസാനത്തെ വാക്യം ജസ്സയുടെ പുത്രനായ ദാവീദിന്റെ പ്രാർത്ഥനയുടെ സമാപ്തി. അത് ആ പുസ്തകത്തിന്റെ കൺക്ലൂഷൻ ആയിട്ടുള്ള തെളിവാണ്, ആ പ്രാർത്ഥനയുടെ സമാപ്തി. അപ്പം അവിടെ അത് കഴിയുവാണെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം 3-ാം പുസ്തകം. അത് ഇംഗ്ലീഷ് ബൈബിളിലെല്ലാം ഫസ്റ്റ് ബുക്ക്, സെക്കൻഡ് ബുക്ക്, തേർഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. മലയാളത്തിലൊന്നും ഇല്ല. അതുകൊണ്ട് അതൊന്നും അവർ പ്രാധാന്യം കൊടുത്തില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് അറിയത്തില്ല. നിങ്ങൾ അടുത്തത് 73 മുതൽ 89 വരെയുള്ള ഭാഗത്ത്, 89-ന്റെ അവസാനം എടുത്തേ. നിങ്ങളുടെ ബൈബിളില് അവസാനത്തെ വാക്യം ഇതാണ്: കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ, ആമേൻ ആമേൻ. അവിടെ ആ പുസ്തകം അവസാനിച്ചു. 80-ാമത്തെ സങ്കീർത്തനത്തോടുകൂടി 3-ാം പുസ്തകം അവസാനിച്ചു. എന്നിട്ട് അവിടെ വേണമെങ്കിൽ എഴുതി വെച്ചു 4-ാം പുസ്തകം 90-ൽ ആരംഭിക്കുന്നു. അത് അവസാനിക്കുന്നത് 106-ലാണ്. 106-ൽ 4-ാം പുസ്തകം അവസാനിക്കുന്നു. 106-ന്റെ അവസാനത്തെ നിങ്ങൾ എടുത്തു നോക്കിക്കേ: ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് എന്നേക്ക് വാഴ്ത്തപ്പെട്ടവനാകട്ടെ, ജനം മുഴുവൻ ആമേൻ എന്നും പറയട്ടെ, കർത്താവിനെ സ്തുതിക്കുവിൻ. അതാണ് ആ 4-ാമത്തെ പുസ്തകത്തിന്റെ അവസാനം. അങ്ങനെ 150-ാമത്തെ 107 മുതൽ 150 മുതൽ അവിടെ വേണമെങ്കിൽ എഴുതിക്കോ 5-ാം പുസ്തകം. ഇനി ഇപ്പൊ ഇവിടെയുള്ള ചോദ്യം, എന്തിനാണ് ഇങ്ങനെ ഈ
5 പുസ്തകമായിട്ട് തിരിച്ചത്? ഇത് ഒന്നാം പുസ്തകത്തിന്റെ കണ്ടന്റും രണ്ടാം പുസ്തകത്തിന്റെ കണ്ടന്റും തമ്മിൽ കണ്ടന്റിൽ ഉള്ളടക്കത്തിലുള്ള വ്യത്യാസമല്ല. ഇവർ എഡിറ്റേഴ്സ് ഇങ്ങനെ 5 ആയിട്ട് തിരിച്ചു. അതിന് ഉള്ളടക്ക വ്യത്യാസമുണ്ടോ? ഓരോ സെക്ഷനിലും പലതരം സങ്കീർത്തനങ്ങളുണ്ട്. അല്ലെങ്കിൽ ഒരു പുസ്തകത്തിന് മുഴുവൻ വിലാപങ്ങളും വേറെ സ്തുതികളും വേറെ കൃതജ്ഞതയായിരുന്നു നിങ്ങൾ മനസ്സിലാക്കാമായിരുന്നു. അങ്ങനെയൊന്നുമല്ല. ഓരോ സെക്ഷനും എല്ലാ തരത്തിലുള്ള സങ്കീർത്തനങ്ങളും ഉണ്ട്. ഇത് ഒരു പ്രത്യേക ദൈവശാസ്ത്രപരമായ കാരണം കൊണ്ടാണ് ഇങ്ങനെ തിരിച്ചിരിക്കുന്നത്. അത് നമുക്ക് പ്രത്യേക ലോജിക്ക് ഈ എന്തുകൊണ്ട് 41 അവസാനിപ്പിച്ചു എന്നുള്ളതിന് പ്രത്യേക ലോജിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷെ എന്തുകൊണ്ട് 5 തിരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ കാരണം ഇതാണ്. ശ്രദ്ധിച്ച് കേൾക്കണം, മനസ്സിലാക്കുകയും ചെയ്യണം. അതായത് പഞ്ചഗ്രന്ഥിയിൽ ദൈവം മോശയോട് സംസാരിച്ചത്, മോശയിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തോട് സംസാരിച്ചത് 5 പുസ്തകങ്ങളിലാണ്. പഞ്ചഗ്രന്ഥി 5 പുസ്തകം ഉണ്ടെന്നറിയാം, അതുകൊണ്ടാണ് പഞ്ചഗ്രന്ഥി പറയാം. ദൈവം മോശയിലൂടെ ദൈവജനത്തോട്, ഇസ്രായേൽ ജനത്തോട് 5 പുസ്തകങ്ങളിലാണ് സംസാരിച്ചത്. അതിന്റെ മാതൃകയിൽ ഇസ്രായേൽ ജനം ദാവീദിലൂടെ ദൈവത്തോട് 5 പുസ്തകങ്ങളിലൂടെ മറുപടി പറയുന്നു, സംസാരിക്കുന്നു. അങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഈ 150 സങ്കീർത്തനങ്ങളെ 5 പുസ്തകങ്ങളായി തിരിച്ചിരിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ അനുമാനിക്കുന്നത്. ഞാൻ ഒന്നിട്ട് പറയുകയാണ്, ക്ലാസ്സിൽ പോലും പറയുമ്പോഴും പിള്ളേർക്ക്, സെമിനാരിക്കാർക്ക് പലപ്പോഴും ആദ്യം മനസ്സിലാകില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. 5 സങ്കീർത്തന പുസ്തകത്തെ 150 സങ്കീർത്തനത്തെ 5 പുസ്തകങ്ങളായി തിരിച്ചിരിക്കുന്നു. ആ തിരിച്ചിരിക്കുന്ന ദൈവശാസ്ത്ര കാരണം ഇതാണ്. ദൈവം മോശ വഴി ദൈവജനത്തോട് 5 പുസ്തകങ്ങളിലൂടെ സംസാരിച്ചു. അതിന് മറുപടി എന്നവണ്ണം ഇസ്രായേൽ ജനം ദാവീദിലൂടെ ദൈവത്തോട് സംസാരിക്കുന്നു, 5 പുസ്തകത്തിലൂടെ സംസാരിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് സങ്കീർത്തനത്തെ 5 പുസ്തകങ്ങളായി തിരിച്ചിരിക്കുന്നത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു. ശീർഷകങ്ങൾ, ടൈറ്റിൽസ്. അത് നിങ്ങൾ ബൈബിൾ തുറന്നു വച്ചിരിക്കുകയാണെങ്കിൽ കാണാം. 150 സങ്കീർത്തനങ്ങളില് 116 സങ്കീർത്തനങ്ങൾക്ക് ശീർഷകങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ മലയാള പുസ്തകത്തില് ആ ശീർഷകങ്ങൾ ഫോണ്ട് ഇച്ചിരി ചെറുതാണ്, മറ്റ് അതിനേക്കാൾ ഇച്ചിരി ചെറുതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ശീർഷകങ്ങൾ ചെറുതായിട്ട് ഇരിക്കുന്ന കാണാം. ഉദാഹരണത്തിന് 3-ാം സങ്കീർത്തനം, ആദ്യത്തെ ശീർഷകം ചെറുതാണ്, എല്ലാത്തിനും ശീർഷകങ്ങളില്ല. 5-ൽ നോക്കിക്ക് 5 ഗായ സംഘത്തിന് അതിന്റെ അവരോട് പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ശീർഷകം പല സങ്കീർത്തന ശീർഷകങ്ങളുണ്ട്. അപ്പൊ ആ ശീർഷകങ്ങളുടെ ഏതെല്ലാം തരത്തിലുള്ള ശീർഷകങ്ങളാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 6 തരത്തിലുള്ള ശീർഷകങ്ങൾ നമുക്ക് ഈ 116 സങ്കീർത്തനങ്ങളുണ്ട്. 150-ല് എല്ലാത്തിനും ശീർഷകങ്ങളില്ല. ഉള്ളതിന് 116 എണ്ണത്തിലുണ്ട്. അതിനെ നമുക്ക് 6 ആയിട്ട് തിരിക്കാം. അത് മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിഞ്ഞുകൂടാ, എങ്കിലും പൊതുവായിട്ട് അറിഞ്ഞിരിക്കാൻ നിങ്ങളുടെ പുസ്തകത്തിൽ ഇതുണ്ട്. സാഹിത്യ രൂപ സൂചകങ്ങൾ. 2 സാങ്കേതിക രാഗ സൂചകങ്ങൾ. 3 ആരാധന അനുഷ്ഠാന സൂചകങ്ങൾ. 4 ഗാനരീതികൾ. 5 കവി സൂചകങ്ങൾ. 6 ചരിത്ര സംഭവ സൂചകങ്ങൾ. ഒന്നുകൂടെ നോക്കുക. ഈ ശീർഷകങ്ങൾ സബ് ടൈറ്റിൽസ് ആട്ടോ, ഓരോന്നിന്റെയും ടൈറ്റിൽസ്. ആ ടൈറ്റിൽസിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളതെന്നും. സാഹിത്യ രൂപ സൂചകങ്ങളുണ്ട്, അതിനകത്ത് കാണാം. സാങ്കേതിക രാഗ സൂചകങ്ങളുണ്ട്. ആരാധന അനുഷ്ഠാന സൂചകങ്ങളുണ്ട്. ഗാന രീതികൾ ആ ശീർഷകങ്ങളിൽ കാണാം. കവി സൂചകങ്ങൾ, ആരാണ് ഇത് എഴുതിയെന്ന് അതിന്റെ സൂചകങ്ങളുണ്ട്. പിന്നെ ചരിത്ര സംഭവ സൂചകങ്ങളുണ്ട്. ഇനി നമുക്കിത് ഓരോന്ന് എടുത്ത് നോക്കാം. സാഹിത്യ രൂപ സൂചകങ്ങൾ. അതിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഏതെല്ലാം തരത്തിലുള്ള സാഹിത്യ രൂപമാണ് ഈ സങ്കീർത്തനങ്ങളുള്ളത്? 7 തരമുണ്ട്. 7 തരം സാഹിത്യ രൂപങ്ങളുണ്ട്. അതാണ് പഠിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഷീർ, അതിന്റെ അർത്ഥമായിട്ട് കൊടുത്തിരിക്കുക ബ്രാക്കറ്റിലാണ് വേണ്ടത്. ഷീർ, മിസ്മോർ, തെഹീല, തെഫീല. 2 പ്രാവശ്യം തെഹീല ആവർത്തിച്ചിട്ടുണ്ട്, ഒന്നേ ഉള്ളൂ. തെഹീല, തെഫീല,
മിക്താം മസ്കീൽ ഷിഗയോൺ. 7 ഉള്ളൂ. അതിനകത്ത് 8 തെഹീല 2 പ്രാവശ്യം അതിലുണ്ട്, 1 ഉള്ളൂ. ഷീർ, മിസ്മോർ, തെഹീല, തെഫീല, മിക്താം, മസ്കീൽ, ഷിഗയോൺ. നിങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞു നോക്കി. ഷീർ, മിസ്മോർ, തെഹീല, മോർ, തഹീല, തെഹീല, തെഫീല, മിക്താം, മസ്കീൽ, ഷിഗയോൺ. ഷിഗയോൺ. ഇത് നിങ്ങൾ മലയാളം പുസ്തകത്തിൽ നോക്കിയാൽ, മലയാളം ബൈബിൾ നോക്കിയാൽ അത് തിരിയില്ല. ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ ഇതില് അവസാനത്തെ 3 വാക്യങ്ങൾ മിക്താം, മസ്കീൽ, ഷിഗയോൺ, ഇതിനിവിടെ മലയാളത്തിൽ ഇങ്ങനെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. അത് പൊതുവെ പണ്ഡിതന്മാർ സ്വീകരിക്കുന്നതല്ല. പരിഹാര ഗീതം, പ്രബോധന ഗീതം, വിലാപമൊക്കെ എഴുതിയിരിക്കുന്ന സാധാരണ പണ്ഡിതന്മാർ അംഗീകരിക്കുന്നതല്ല. അത് ഇംഗ്ലീഷ് പുസ്തകത്തിൽ എടുത്ത് നോക്കിയാൽ, ഇംഗ്ലീഷ് ബൈബിൾ നോക്കിയാൽ, അല്ലെങ്കിൽ മറ്റു തർജ്ജമകളിൽ നോക്കിയാൽ അവർ മിക്താം, മസ്കീൽ, ഷിഗയോൺ തന്നെ എഴുതിയിരിക്കുന്നത്. അതിന് തർജ്ജമൊന്നും കൊടുക്കുന്നില്ല. കാരണം ആ ഹീബ്രു വാക്കിന് അർത്ഥം ആർക്കും അറിഞ്ഞുകൂടാ. ഇത് വെറുതെ ഊഹാബോധത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. അത് നല്ലതല്ല. കാരണം നമുക്ക് അറിയത്തില്ലാത്ത എഴുതാതിരിക്കാൻ നല്ലത്. ആദ്യത്തെ 3 കഷ്ടി പറയാം. അപ്പം 7 തരം സാഹിത്യരൂപ പറയുന്ന 7 തരം സാഹിത്യ രൂപങ്ങളുണ്ട് സങ്കീർത്തനത്തിന്. ഒന്നുകൂടി നമ്മൾ പറയുകയാണ്, എല്ലാവരും കൂടെ പറയാം. ഷീർ, മിസ്മോർ, തെഹീല. എന്നെ കൂടുതൽ പറഞ്ഞ എല്ലാരും പറഞ്ഞേ. ഷീർ, മിസ്മോർ, തെഹീല, മിക്താം, മസ്കീൽ, ഷിഗയോൺ. നിങ്ങളുടെ ഇംഗ്ലീഷ് ബൈബിളോ മലയാള ബൈബിളിൽ കിട്ടിയല്ല. ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മിക്താം, മസ്കീൽ, ഷിഗയോൺ കയ്യിലാരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു നോക്കിയാൽ കാണാം. 7ാമത്തെ സങ്കീർത്തനം എടുത്താൽ ആ സങ്കീർത്തന ആരംഭത്തിൽ ഷിഗയോൺ തന്നെ എഴുതിക്കുന്നത്. തർജ്ജമയൊന്നുമില്ല. അതിന് വിലാപമൊന്നും വേറെ ഒന്നും എഴുതിയിട്ടില്ല. പക്ഷെ നമ്മുടെ മലയാളം ബൈബിളില് അതെല്ലാം വെറുതെ എഴുതി വെച്ചിരിക്കുകയാണ്. പക്ഷെ പണ്ഡിതന്മാരും അംഗീകരിക്കുന്നില്ല. അങ്ങനെ അതിന്റെ അർത്ഥം അതാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. പറയുന്നത് ശരിയുമല്ല. അതുപോലെ ഇംഗ്ലീഷ് ബൈബിൾ നോക്കിയാൽ 32, 42, 44 ഒത്തിരി ഉണ്ട്. അതിൽ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ എടുത്ത് നോക്കിയാൽ അവിടെ മസ്കീൽ തന്നെ എഴുതിക്കുന്നത്. അവിടെ പ്രബോധന ഗീതമൊന്നും എഴുതിയിട്ടൊന്നുമില്ല. അത് പ്രബോധന ഗീതം ആർക്കും പറയാൻ പറ്റിയ 32, 42, 44, 52 ഒക്കെ നോക്കിയാൽ അവിടെ ഇംഗ്ലീഷ് ബൈബിളില് അത് കൃത്യം മസ്കീൽ തന്നെ എഴുതിക്കുക. കാരണം തർജ്ജമ ചെയ്യാൻ അറിയത്തില്ല, നമുക്ക് പറ്റിയല്ല. അതുകൊണ്ട് അതുപോലെ മിക്താം 16, പിന്നെ 56 മുതൽ 60 വരെ ആ സങ്കീർത്തനങ്ങളുടെ മുകളിൽ എഴുതിയിരിക്കുന്നത് മിക്താം എന്നാ. ആ പരിഹാര ഗീതമൊന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ പണ്ഡിതന്മാർ അത് അംഗീകരിക്കില്ല. കാരണം ഇപ്പോഴും ആ ഹീബ്രു യഹൂദന്മാർക്ക് പോലും ഈ വാക്കിന്റെ അർത്ഥം അറിയത്തില്ല. മിക്താമിന്റെ മസ്കീലിന്റെ അർത്ഥം, ഷിഗയോന്റെ അർത്ഥം അറിയത്തില്ല. ആദ്യത്തെ എല്ലാം പറയാൻ പറ്റും. ആദ്യത്തെ 4 നമുക്കറിയാം. ഷീർ എന്ന് പറഞ്ഞാൽ ഗീതം എന്ന് പറയാം, മിസ്മോർ സങ്കീർത്തനം എന്ന് പറയാം, തെഹീല എന്ന് പറയാം സ്തുതി, തെഫീല അർത്ഥന അല്ലെങ്കിൽ വിലാപം. അത് 4 നമുക്ക് പറയാൻ പറ്റും. പിന്നത്തെ 3 നമുക്ക് പറയാൻ പറ്റില്ല. ഒന്നുകൂടെ ഞാൻ പറയാണ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി. 7 തരം സാഹിത്യ രൂപങ്ങളാണ് സങ്കീർത്തനക്കുള്ളത്. അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പറയുകയാണ്. ഷീർ, മിസ്മോർ, തഹീല, തെഫീല, മിക്ത, മസ്കീൽ. ഈ 150 സങ്കീർത്തനങ്ങളും ഇങ്ങനെ തിരിച്ചിരിക്കുക. ഇങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒന്ന് പെടും. അതിൽ നമുക്ക് അറിയാനുള്ള അത്രേ ഉള്ളൂ. അവസാനത്തെ 3 തർജ്ജമ നമുക്ക് പറ്റിയില്ല, എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല. ഇനി നേരത്തെ ഇത് പറഞ്ഞ 6 രൂപങ്ങളുണ്ടെന്ന് പറയുന്നത് ആദ്യ സാഹിത്യ രൂപങ്ങള്. രണ്ടാമത്തെ സാങ്കേതിക രാഗസൂചകങ്ങൾ. ഇതിനകത്തൊരു പ്രശ്നമുള്ളത്, ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇംഗ്ലീഷ് ബൈബിൾ എടുക്കണം. മലയാളത്തിൽ ഇങ്ങനെ സംഭവം ഇല്ല. മലയാളം ബൈബിൾ നോക്കിയാൽ, ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പൊ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ അറിയാം. സെല എന്ന് ഇടയ്ക്കിടയ്ക്ക് ചില സങ്കീർത്തനങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സെല അത് മലയാളം ബൈബിളിൽ ഇല്ല. അപ്പാ വിട്ടു കളഞ്ഞവരെ. ഇങ്ങനെ ഒരു ഹീബ്രു പദം 39 സങ്കീർത്തനങ്ങളിലായി 71 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമ്മൾ സാങ്കേതിക രാഗസൂചകങ്ങൾ എന്ന് പറയാൻ കാരണം. ഇതുപോലെ ഈ പദത്തിന്റെ അർത്ഥം ആർക്കും അറിയില്ല. അതിനാൽ കീർത്തനങ്ങളിലും ഈ പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മലയാളത്തിൽ ഉപയോഗിച്ചിട്ടേ ഇല്ല. മലയാളത്തെ വിട്ടുകളഞ്ഞു. ഇംഗ്ലീഷിലും മറ്റേത് ഭാഷ എടുത്തു നോക്കിയാലും ആ വാക്ക് സെല എന്നുള്ള വാക്ക് അവിടെ കിടക്കും. ഇംഗ്ലീഷിലാണ് ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കിക്കോ. സാം നമ്പർ 3, 3-ാം സങ്കീർത്തനത്തില് 2 വാക്യം കഴിയുമ്പോൾ, 4-ാം വാക്യം കഴിയുമ്പോൾ, 8-ാം വാക്യം കഴിയുമ്പോഴെല്ലാം സെല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ 24-ാം സങ്കീർത്തനത്തിൽ 6, 10 വാക്യങ്ങൾക്ക് ശേഷം സെല എന്നുണ്ട്. 47-ാം സങ്കീർത്തനത്തിൽ 4-ാം വാക്യം കഴിയുമ്പോഴുണ്ട്. ഇത് 71 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്.
അപ്പം നിങ്ങൾ ചോദിക്കുന്നത് അത് മലയാളം നോക്കിയാൽ ഇങ്ങനെ ഒരു പ്രശ്നമില്ല, സലാന്ന് അവിടെ ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ പ്രശ്നവും വരികയാണ്. അപ്പം പക്ഷെ മലയാളം മാത്രം നോക്കിയാൽ പോരല്ലോ നമ്മൾ. എന്താ ഇതിന്റെ അർത്ഥം ആർക്കും അറിയത്തില്ല. സലാന്ന് വാക്കിന്റെ അർത്ഥം അറിയത്തില്ല, പക്ഷെ ബൈബിളിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് അത് പണ്ഡിതന്മാർ അനുമാനിക്കുന്ന, കൃത്യം അറിഞ്ഞുകൂടാ ആർക്കും. ഇതാണ് കൃത്യം എന്ന് പറയാൻ ആർക്കും പറ്റില്ല. ഒരു 4-5 അനുമാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒന്നാണ് സല എന്ന് പറയുന്ന അർത്ഥം എന്താണ്? പോസ് ഓർ ഇന്റർലൂഡ്. ഇവിടെ ഇന്റർവൽ എന്ന് എഴുതിക്കുന്നത് ഇന്റർവൽ അല്ല, ഇന്റർലൂഡ്, നിർത്ത ഇടവേള. അതാണ് പോസ് ഓർ ഇന്റർലൂഡ്. ഇതിനുള്ള സൈൻ ആയിരിക്കാം ഇത്, അല്ലെങ്കിൽ സൈൻ ഫോർ റിഫ്രെയിൻ. എന്നോട് വല്ലതും പറയുവാണോ? നിങ്ങൾ സംശയം ചോദിക്കാൻ ഞാൻ അവസാനം സമയം തരാം. ഇപ്പൊ കേട്ടു പോവുക, അവസാനം ഇപ്പൊ നോട്ട് ചെയ്ത് വെക്കുക, അവസാനം എന്നോട് ചോദിക്കാം. റിക്വസ്റ്റ് വരുന്നുണ്ടോ? 1.5 മണിക്കൂർ ആകെ ഉള്ളൂ. ഒത്തിരി പറയാനുണ്ട്, എല്ലാം തീരുമെന്ന് അറിയത്തില്ല. നോക്കട്ടെ. ഇത് ഇപ്പൊ പറയുന്ന വലിയ കോംപ്ലിക്കേഷൻ ഉള്ളതല്ല. മലയാള ബൈബിൾ ഇല്ല താൻ. ഈ സാധനം മലയാള ബൈബിൾ ഇല്ല എങ്കിലും പറഞ്ഞു പോവുകയാണ്. സൈൻ ഫോർ റിഫ്രെയിൻ, സൈൻ ടു പ്രോസ്ട്രേറ്റ്, കുമ്പിടാനുള്ള സമയം. ഇത് ഇങ്ങനെ എഴുതിയപ്പോ കുമ്പിടാനുള്ള സമയം. ക്ലാസ് എടുക്കും നിങ്ങളാണോ ഞാനാണോ? ഒത്തിരി പേര് ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫോൺ അൺമ്യൂട്ട് ചെയ്യും അവര്. നിങ്ങൾ എല്ലാവരും സംസാരിക്കുകയാണെങ്കിൽ എന്റെ ക്ലാസ് നിന്ന് പോകും. ഇനി ഞാൻ പറയുമ്പോ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് എല്ലാവരും പറയാൻ വേണ്ടി, അല്ലെങ്കിൽ ക്ലാസ് നിന്ന് പോകും. പിന്നെ സിംഗ് ലൗഡർ, ഉച്ചത്തില് സംസാരിക്കാൻ, ഉച്ചത്തിൽ പാടാൻ വേണ്ടിയുള്ള സൈനായിട്ട് ചിലർ കണക്കാക്കുന്നു. ചിലർ പറയുന്നു ഇത് ഇൻസ്ട്രുമെന്റിന്റെ വോളിയം കൂട്ടാൻ വേണ്ടിയുള്ളതാണ്. ഇങ്ങനെയുള്ള പല ഇമാജിനേറ്റീവ് ആൻസേഴ്സ് നമുക്ക് അതിന് പറയാനുള്ളൂ. ഇനി അടുത്തത് നമ്മളെല്ലാം ശീർഷകത്തിന്റെ കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. മൂന്നാമത്തെ ആരാധനാനുഷ്ഠാന സൂചക പദങ്ങൾ. 55 സങ്കീർത്തനങ്ങളിൽ ശീർഷകങ്ങളിൽ ഇത്തരം സൂചക പദങ്ങളുണ്ട്. ഇതൊന്നും ഒത്തിരി കോംപ്ലിക്കേഷൻ ഉള്ളതല്ല, ഡീപ്പായിട്ട് പഠിക്കേണ്ടവർക്ക് മാത്രം പഠിച്ചാൽ മതി. 4-മത്തെ ഗാനരീതികൾ. 7 ഗാനരീതികൾ സങ്കീർത്തനങ്ങളുണ്ട്, എന്നാൽ അവയുടെ അർത്ഥം വ്യക്തമല്ല. അടുത്തത് കവി സൂചകങ്ങൾ. ആരാണ് ഇത് എഴുതിയത്? പല ശീർഷകങ്ങൾ കവി സൂചകങ്ങൾ ഉണ്ട്, പക്ഷെ നിങ്ങളുടെ പുസ്തകത്തിൽ പലയിടത്തും കോൺട്രഡിക്ടറി ആയിട്ട് എഴുതിയിട്ടുണ്ട്. അവ ചരിത്രപരമായി ശരിയായിരിക്കണം എന്നില്ല. ദാവീദിന്റെ പേരിൽ 72 സങ്കീർത്തനങ്ങളുണ്ട്. കോറായുടെ മക്കളുടെ പേരിൽ 10 സങ്കീർത്തനങ്ങളുണ്ട്. അസാഫിന്റെ പേരിൽ 12 സങ്കീർത്തനങ്ങളുണ്ട്. സോളമന്റെ പേരിൽ 2 ഉണ്ട്. മോശയുടെ പേരിൽ 1 സങ്കീർത്തനമുണ്ട്. അല്ലല്ല, നിങ്ങൾ സംസാരിച്ചാൽ എനിക്ക് ക്ലാസ് എടുക്കത്തില്ല. നിങ്ങൾ അത് നിശബ്ദാക്കി വെച്ചേ, എന്നാലേ എനിക്ക് ക്ലാസ് എടുക്കത്തുള്ളൂ. മോശയുടെ പേരിൽ 1 സങ്കീർത്തനമുണ്ട്. ഹേമാന്റെ പേരിൽ 1 സങ്കീർത്തനമുണ്ട്. ഏത്താന്റെ പേരിൽ സങ്കീർത്തനമുണ്ട്. ഇത് കവി സൂചകങ്ങള് നമ്മുടെ ഈ സങ്കീർത്തനങ്ങളുടെ ശീർഷകത്തിലുണ്ട്, പക്ഷെ അതൊന്നും ചരിത്രപരമായി ശരിയല്ല. ഞാൻ അതിനെപ്പറ്റി പിന്നെ പറയാം. പിന്നെ ചരിത്ര സംഭവ സൂചകങ്ങൾ ദാവീദിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പിൻകാല എഡ്ജസ് ചേർത്തവയാണ്. പലയിടത്തും ഇത് കാണും. നിങ്ങൾ ഓരോ സങ്കീർത്തനം എടുത്തു നോക്കിയാൽ കാണാം. ഉദാഹരണത്തിന് നമുക്ക് എടുക്കാം. 51 എല്ലാവരും എടുത്ത് 51 ഒരു ഗായക സംഘ നേതാവിന് ദാവീദിന്റെ സങ്കീർത്തനം. അതാണ് കവി സൂചകം. ദാവീദിന്റെ സങ്കീർത്തനം അത് ചരിത്രപരം അല്ല. ദാവീദ് ബത്ശബയെ പ്രാപിച്ച ശേഷം അവനെ നാഥാൻ പ്രവാചകൻ സന്ദർശിച്ചപ്പോൾ പാടിയത്. അത് ഒരു രാജാക്കന്മാരുടെ പുസ്തകവും സാമുവേലിന്റെ 2 പുസ്തകങ്ങളും വായിച്ച എഡിറ്റേഴ്സ് അതിനകത്ത് ചേർന്ന ഈ സങ്കീർത്തനത്തിന്റെ ഉള്ളടക്കത്തിൽ ചേർന്ന ഒരു സംഭവം എടുത്ത് അവിടെ വെച്ചതാ. അത് യഥാർത്ഥത്തിൽ ഹിസ്റ്റോറിക്കൽ അല്ല. അവര് ഈ സങ്കീർത്തന എഡിറ്റേഴ്സ് സങ്കീർത്തനം വായിച്ചു നോക്കി, അതിന്റെ ഉള്ളടക്കം നോക്കി, ആ ഉള്ളടക്കമായിട്ട്
ദാവീദിന്റെ ജീവിതത്തിൽ ഒത്തുപോകുന്ന എന്തെങ്കിലും കണ്ടുപിടിച്ച് അവർ എഴുതി വെച്ചതാണ്. അത് ചരിത്രപരമല്ല. അവിടെ കിടന്നോട്ടെ, കുഴപ്പമില്ല, പക്ഷേ ചരിത്രപരമല്ല എന്ന് ഓർമ്മിക്കുന്നു. അപ്പം അങ്ങനെ ആ ചരിത്രപരമായിട്ട് കണ്ടുപിടിച്ച സംഭവങ്ങളെല്ലാം അവിടെ ചേർത്തിട്ടുണ്ട്. അടുത്തത് പദ്യശൈലിയെ പറ്റിയാണ്. പദ്യശൈലി. ഹീബ്രു കവിതയ്ക്ക് കർക്കശമായ നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല. നമുക്ക് മലയാളത്തില് കവിതകൾക്കെല്ലാം കൃത്യ നിയമങ്ങളുണ്ട്. അപ്പൊ അങ്ങനത്തെ നിയമങ്ങളൊന്നും ഹീബ്രു കവിതകൾ ഇല്ലായിരുന്നു. ഈരടികളും ചുരുക്കമായി മൂവടികളും ഹീബ്രു കവിതകളിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടമായ ഒരു സാഹിത്യ ശൈലി നമ്മൾ കാണുന്നത് അക്ഷരമാല ശൈലി. ഇംഗ്ലീഷിൽ പറയുന്നത് അക്രോസ്റ്റിക് സാം. നമുക്ക് മലയാളത്തിലുണ്ടത്. അതായത് ആദ്യത്തെ 4 ഒരു സ്റ്റാൻസയുടെ 4 കാവല്, കാക്ക കൂടെ വിടെ എന്ന് വെച്ചാൽ ആ കാ വെച്ച് തന്നെ 4 ലൈൻ. അങ്ങനെയുള്ള അതിനാണ് അക്രോസ്റ്റിക് സാം എന്ന് പറയുക. അങ്ങനെ മലയാളത്തിൽ കുറെ ഉണ്ട്. അങ്ങനെ ഒരു സ്റ്റാൻസയിൽ എല്ലാം തുടങ്ങുന്ന എല്ലാം ഒരു അക്ഷരം വെച്ച്, അടുത്ത സ്റ്റാൻസ വരുമ്പോൾ ചാ വെച്ച്, കച്ചടാത്താവുന്ന ചാ വെച്ച് തുടങ്ങുന്നു, പിന്നെ ചാ വെച്ച് തുടങ്ങും. അങ്ങനെ ഉള്ള ശൈലി നമുക്ക് അക്ഷരമാല ക്രമത്തിലുള്ള ശൈലി മലയാളത്തിലുണ്ട്. കുറെ കവിതകൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അത് ഹീബ്രു സങ്കീർത്തനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അതിന് പറയുന്നത് അക്ഷരമാല ക്രമത്തിലുള്ള സങ്കീർത്തനങ്ങൾ. അതിൽ ഒരെണ്ണം മാത്രം, ഏറ്റവും വലിയ സങ്കീർത്തനം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാതിരിക്കാം. 119 സങ്കീർത്തനമാണ് ഏറ്റവും വലുത്. അതിന്റെ കാരണം 8 ലൈൻ വെച്ച് ഓരോ അക്ഷരം വെച്ച് എഴുതിയിരിക്കുന്നത്. ഉദാഹരണത്തിന് 22 അക്ഷരങ്ങളുണ്ട് ഹീബ്രു ആൽഫബറ്റില്. അതില് ആലഫ് വെച്ച് ആദ്യത്തെ 8 ലൈൻ, ബേത്ത് രണ്ടാമത്തെ അക്ഷരം ബേത്ത്, അത് വെച്ച് അടുത്ത 8 ലൈനുകൾ, പിന്നത്തെ ഗിമൽ മൂന്നാമത്തെ അക്ഷരം വെച്ച് പിന്നത്തെ 8. അങ്ങനെ 22 സ്റ്റാൻസ്, 8 ലൈൻ വെച്ചുള്ള 22 സ്റ്റാൻസുകളുണ്ട് 110 സങ്കീർത്തനം. അതിലെ ഒരു സങ്കീർത്തനമാണ് മിക്കവാറും റംഷായ്ക്ക് ഏറ്റവും അവസാനം നമ്മൾ ചെല്ലുന്നത്. മിക്കവാറും 90%ഉം അതിലൊരെണ്ണം എടുത്ത് എഴുതുന്നത്. ഒരിക്കലും നമുക്കത് ഒരുമിച്ച് ചെല്ലാൻ പറ്റിയല്ല. 22x8 അത്രയും വലിയ സങ്കീർത്തനമാണ്. അത് നമ്മൾ ഒരിക്കലും അതേപടി മുഴുവൻ ചെല്ലാറില്ല. ഓരോ കഷ്ണം എടുത്താൽ ചെല്ലുന്നത്. അത് ഒരു അക്രോസ്റ്റിക് സാമ, അക്ഷരമാല ക്രമത്തിലുള്ള സാമാണ്. അങ്ങനത്തെ ഒരെണ്ണേ നമുക്കുള്ളൂ. അതായത് സ്റ്റാൻസ മുഴുവൻ ഒരേ അക്ഷരത്തിൽ ആരംഭിക്കുന്ന ഒറ്റ സങ്കീർത്തനേ ഉള്ളൂ 119. അതുകൂടാതെ നമുക്ക് ഓരോ ലൈനും ഓരോ അക്ഷരം വെച്ച് ആരംഭിക്കുന്ന ഉണ്ട്. അപ്പൊ 22 ലൈനുകൾ കാണും. അങ്ങനത്തെ ഉണ്ട് 9, 10, 25, 34, 37, 111, 112, 145. ഇതെല്ലാം അക്ഷരമാല ക്രമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതാണ്. ഇത് നമ്മൾ മലയാളം ബൈബിളോ ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാൽ ഈ സാഹിത്യ ശൈലി നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയത്. ഹീബ്രു അറിയാവുന്നവർക്ക് മാത്രമേ ആ അക്ഷരങ്ങള് തുടങ്ങുന്ന, ഉദാഹരണത്തിന് ആലഫ് ഹീബ്രു വായിക്കാൻ അറിയാവുന്നവർക്ക് അക്ഷരം, അല്ലെങ്കിൽ പടം കാണാൻ അറിയാവുന്നവർക്കെങ്കിലും ആലഫ് തന്നെ ആദ്യത്തെ അക്ഷരം കാണും. ആലഫ്, ബേത്ത്, ഗിമൽ, ദാല് എന്ന് വെച്ച് ഓരോ അക്ഷരത്തിന്റെ വെച്ച്. ഇപ്പോൾ ഉള്ള നമ്മുടെ സങ്കീർത്തന പുസ്തകത്തില് ഇതിന് പലതും പല ലൈനുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്ക് ആദ്യം പ്രിന്റിംഗ് ഇല്ലായിരുന്നു, കൈകൊണ്ട് എഴുതിയതാ. അങ്ങനെ നമ്മള് കാലങ്ങള് ഒരു തലമുറ മാറി വന്നപ്പോൾ ചില ലൈനുകൾ നഷ്ടപ്പെട്ടു. 22 ലൈൻ വേണ്ടതാണ്. ചിലതിന് 20 ഉള്ളൂ, ചിലത് 18 ഉള്ളൂ. അങ്ങനെ ചിലത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാലും ആ ഒരു നല്ല സ്വഭാവം നമ്മുടെ കൈവശമുണ്ട്. അതാണ് ഒരു ശൈലി. പിന്നെ ഒരു ശൈലിയാണ് പാരലലിസം, സമാന്തരത്വം. അതായത് ഒരു ലൈനിൽ ഒരു ആശയം പറഞ്ഞാൽ അതിന് സമാന്തരമായി അതുപോലൊരു ആശയം അടുത്ത ലൈനിൽ പറയുക, വേറൊരു ആശയം അതിന് പാരലായിട്ട് വരുന്ന വേറൊരു ആശയം വരിക. അങ്ങനത്തെ കാര്യങ്ങളും സങ്കീർത്തനങ്ങളും ഉണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് പണി 10 പോകുന്നു. ഉത്ഭവ ചരിത്രവും പാരമ്പര്യവും. സങ്കീർത്തനങ്ങളെ ശീർഷകങ്ങളിൽ കാണുന്നവരല്ല ആ സങ്കീർത്തനങ്ങൾ രചയിതാക്കൾ എന്ന് ഇന്ന് എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. നമ്മൾ മുമ്പേ വായിച്ചതാ 51 സങ്കീർത്തനം വായിച്ചപ്പോൾ ഒരു സംഭവം അവിടെ എഴുതി. അതായത് ബത്ശബയെ സ്വീകരിച്ചപ്പോൾ നാത്താൻ പ്രവാചകൻ വന്ന് വഴക്ക് പറഞ്ഞപ്പോൾ ദാവീദ് പാടിയ സങ്കീർത്തനമായിട്ടാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ആ സങ്കീർത്തനം ഉള്ളടക്കം വെച്ച് എഡിറ്റേഴ്സ് എഴുതി വെച്ചതാണ്, അല്ലാതെ അത് ഒറിജിനൽ സാധനമല്ല. അതുകൊണ്ട് ഇന്ന് ഈ സങ്കീർത്തന ആരംഭത്തിൽ കാണുന്ന ചരിത്ര സംഭവങ്ങൾ ആയിട്ട് അവർ എഴുതി വെച്ചിരിക്കുന്നത് അതിന്റെ രചയിതാവിനെ കുറിച്ചുള്ള സൂചകമല്ല, അത് ചരിത്രപരമല്ല എന്നാണ് മിക്കവാറും എല്ലാവരും തന്നെ ഇന്ന് സമ്മതിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരാ എഴുതിയത്? അതായത് ദാവീദും, ഞാൻ നേരത്തെ പറഞ്ഞു കേൾപ്പിച്ചു ആരൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത് എഴുതി വെച്ചിരിക്കുന്നത്. അവരല്ല എഴുതിയെങ്കിൽ ആരാണ് എഴുതിയത്? അത് എങ്ങനെയാണ് ഇതിന്റെ ഉത്ഭവം ഉണ്ടായത്? അത് 2 തരത്തിലുള്ള ഉത്ഭവമാണ്
നമുക്ക് പറയാൻ പറ്റുന്നത്, ഒന്ന് പ്രൈവറ്റ് ഒറിജിൻ, വ്യക്തിഗതമായ ഉത്ഭവം. രണ്ട് കൾട്ടിക് പ്രീസ്ലി ഒറിജിൻ. ഒന്ന് വ്യക്തിഗതമായ ഒറിജിൻ, ഉത്ഭവം. മറ്റത് വൈദിക ആരാധനാനുഷ്ഠാനപരമായ വൈദിക കൃതികൾ. അതായത് ജെറുസലേമിലെ ദേവാലയത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി അന്നത്തെ അറിവുള്ളവര്, എഴുത്തും വായന അറിയാവുന്നവര്, ലേവായരും പുരോഹിതരുമായ, യഹൂദ പുരോഹിതരുമായ, അവർക്ക് എങ്ങനെ എഴുതി പഠിപ്പിക്കാനും മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആരാധന ആവശ്യങ്ങൾക്ക് വേണ്ടി വൈദികര്, യഹൂദ പുരോഹിതര് ഉണ്ടാക്കിയ ഗാനങ്ങളായിരിക്കാം, ഗീതങ്ങളായിരിക്കാം സങ്കീർത്തനങ്ങളിൽ നല്ല ഭാഗമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പിന്നെ വ്യക്തിഗത ഗീതങ്ങൾ, അവയുടെ സമാഹാരങ്ങൾ, അതായത് വ്യക്തികൾ അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ വെളിച്ചത്തിൽ ഗീതമായിട്ട് മാറ്റിയ, അത് ഇവരുടെ സഹായത്തോടെ ആയിരിക്കാം, പഠിപ്പുള്ള അറിവുള്ള ലേവായരുടെ പുരോഹിത സഹായത്തോടു കൂടി അവരുടെ വിവിധ വികാരങ്ങൾ ഗീതങ്ങളായിട്ടും പ്രാർത്ഥനയായിട്ടും രൂപാന്തരപ്പെടുത്തിയതായിരിക്കാം. അപ്പൊ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ആരാണ് ഇത് എഴുതിയത്, കവി, അതിന്റെ ഉടമസ്ഥൻ എഴുതിയ ആരാന്ന് ആർക്ക് പറഞ്ഞുകൂടാ. എങ്കിലും പൊതുവായിട്ട് ഇങ്ങനെ പറയാം, കമ്മ്യൂണിറ്റി സാംസ്, സമൂഹ ഗാനങ്ങൾ, സങ്കീർത്തനങ്ങൾ രണ്ടു തരമുണ്ട്. ഒന്ന് വ്യക്തിഗത ഗീതങ്ങളുണ്ട്, ഇൻഡിവിജ്വൽ, ഞാൻ എന്ന് പറയുന്നത്. മറ്റൊന്ന് നമ്മൾ, അല്ലെങ്കിൽ നാം, അല്ലെങ്കിൽ നമ്മൾ, ഞങ്ങൾ എന്ന് പറയുന്ന, അങ്ങനെ രണ്ടു തരത്തിലുള്ള സങ്കീർത്തനങ്ങളുണ്ട്. അത് ഞാൻ എന്ന് പറയുന്നത് വ്യക്തിഗത ഉത്ഭവം ഉള്ള സങ്കീർത്തനങ്ങളാണ്. ഓരോ വ്യക്തി സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ വിലാപം കൊണ്ടോ അവരുടെ വികാരം പ്രകടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അത് ദേവാലയത്തിലെ ലേവായരോ പുരോഹിതരോ സഹായത്തോടു കൂടി പ്രാർത്ഥന രൂപത്തിൽ രൂപം കൊണ്ടത്. മറ്റത് എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഒരു യുദ്ധത്തിൽ ജയിച്ചു, അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ദൈവത്തിന് നന്ദി പറയാം. അപ്പൊ അവിടെ പഠിപ്പുള്ള പുരോഹിതരോ ലേവായരോ ചേർന്ന് മനോഹരമായ പ്രാർത്ഥന, നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥന ഉണ്ടാക്കുമ്പോൾ പലരും അത് നേരത്തെ പ്രാർത്ഥന ഒരുങ്ങി വരും എന്ന് പറഞ്ഞ പോലെ നേരത്തെ ഒരുങ്ങി തയ്യാറാക്കിയത് അത് കമ്മ്യൂണിറ്റി സാംസായിട്ട് രൂപപ്പെട്ടു എന്ന് വിചാരിക്കാം. അപ്പം പൊതുവായിട്ട് പറയേണ്ടത് ഇൻഡിവിജ്വൽ സാംസും വ്യക്തിഗത, അത് പ്രൈവറ്റ് ഒറിജിനായിട്ടും, കമ്മ്യൂണിറ്റി സാംസ് പ്രീസ്ലി കൾട്ടിക് ഒറിജിനായിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി തുണി കഴിഞ്ഞു. കാലനിർണയം, ഡേറ്റ്, എന്നാണ് ഇത് എഴുതപ്പെട്ടത്, അത് ആരെഴുതിയെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് എന്നാ എഴുതിയെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പൊതുവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആരംഭം മുതൽ എഴുതപ്പെട്ടവയാണിത്. ഇസ്രായേൽ ചരിത്രത്തിന്റെ എഴുതപ്പെട്ടതല്ല, ഉത്ഭവിച്ചതാണ്. എഴുതിയതൊക്കെ ഒത്തിരി കാലം കഴിഞ്ഞാണ്. ഒത്തിരി കാലം ഇങ്ങനെ ഒക്കെ നിങ്ങൾക്കറിയാം, വടക്കേണ്ടിയിൽ പോലും എഴുതാനും വായിക്കാൻ അറിയാത്ത സ്ത്രീകള്, ഗ്രാമത്തിലെ സ്ത്രീകൾ മനോഹരമായ പാട്ട് പാടും. നമ്മൾ ഒരു ഗ്രാമത്തിൽ ചെന്ന് വെച്ചാൽ അവരോട് പാടാൻ പറയുകയാണെങ്കിൽ എല്ലാ സ്ത്രീകളെല്ലാണ്ട് ഒരുമിച്ച് വട്ടത്തിരുന്നിട്ട് അവർ പല ഗീതങ്ങൾ ഒരുമിച്ച് പാടും. അത് അവർ എഴുതി വായിച്ച് കേട്ട് പഠിച്ചതല്ല, അവരുടെ പൂർവീകരിൽ നിന്ന് കേട്ട് പഠിച്ചതാണ്. അങ്ങനെ തന്നെയാണ് ഇത് ഈ സങ്കീർത്തനങ്ങളുടെ കാര്യം. അവരാദ്യം ആരും എഴുതിയതല്ല, അവർ കേട്ട് പഠിച്ചു, അത് അടുത്ത തലമുറയ്ക്ക് കൈമാറി, അങ്ങനെ ഒത്തിരി കാലം ഓറലായിട്ട് കൈമാറപ്പെട്ട സാധനമാണ് പിന്നെ എഴുതപ്പെട്ടത്, എഴുതി പുസ്തകത്തിന്റെ രൂപത്തിലായത് ഒത്തിരി കാലം കഴിഞ്ഞ. അപ്പം രാജാക്കന്മാരുടെ കാലം മുതൽ, അതായത് ഇസ്രായേൽ ചരിത്രത്തിന്റെ ആരംഭം മുതൽ ഏതാണ്ട് 3-ാം നൂറ്റാണ്ട് വരെ ഉള്ള കാലഘട്ടങ്ങളിലാണ് സങ്കീർത്തനങ്ങൾ രൂപപ്പെട്ടത് എന്ന് പറയാം. എഴുതപ്പെട്ടതല്ല, രൂപപ്പെട്ടത് എന്ന് പറയാം. എഴുതപ്പെട്ടത് ഒത്തിരി കാലം കഴിഞ്ഞാണ്. കുറെ കാലം ഇങ്ങനെ ഓറലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് എഴുതപ്പെട്ടതെന്ന് പറയാം. സങ്കീർത്തനങ്ങളുടെ പൂർണ്ണരൂപം, അടുത്ത് സങ്കീർത്തനങ്ങളുടെ പൂർണ്ണരൂപം. BC 190 മുമ്പ് സങ്കീർത്തന ഗ്രന്ഥത്തിന് പൂർണ്ണ രൂപം ലഭിച്ചിരുന്നു എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. 190 BCക്ക് മുമ്പ് സോളമന്റെ സങ്കീർത്തനങ്ങൾ, സാംസ് ഓഫ് സോളമൻ 63 BC, മക്കബായരുടെ 1-ാം പുസ്തകം 100 BC, സിറാക്കിന്റെ പുസ്തകം എക്ലസിയാസ്റ്റിക്കസ്, അതാണ് സിറാക്കിന്റെ പുസ്തകം 180-107 BC എന്നിവയിൽ സങ്കീർത്തനങ്ങളുടെ സൂചനയുണ്ട്. എന്നിവയുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് 190 മുമ്പാണ് സങ്കീർത്തന ഗ്രന്ഥത്തിന്റെ പൂർണ്ണ രൂപം ഉണ്ടായെന്ന് കണക്കാക്കപ്പെടും. 1-2 സങ്കീർത്തനങ്ങളല്ല, ഇതെല്ലാം ഒരുമിച്ച് വെച്ച് 150 സങ്കീർത്തനങ്ങളോട് കൂടിയ ഒരു പുസ്തകമാക്കി തീർന്ന എന്നാണ് ഇതിവിടെ ചോദ്യം. അത് 190 BC 190 മുമ്പ് പൂർണ്ണ രൂപം, ഈ 150 സങ്കീർത്തനങ്ങൾ ചേർത്ത് വെച്ച ഒരു പുസ്തകമായി രൂപപ്പെട്ടു എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്.
വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. എങ്കിലും പൊതുവെ കരുതപ്പെടുന്നത് 190 BC മുമ്പ് എഴുതപ്പെട്ടതാണെന്ന് വിചാരിക്കുക. ഇനി സങ്കീർത്തന ഗ്രന്ഥങ്ങളുടെ പ്രാമാണികത്വം, കാനോണിസിറ്റി. നിങ്ങൾ കാനോനിക്കൽ ബൈബിൾ, നോൺ കാനോനിക്കൽ ബൈബിൾ, അപ്പോക്രിഫ ബൈബിൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇത് എന്താണ് സങ്കീർത്തന പുസ്തകം ഒരു കാനോനികത്വം എന്ന് പറഞ്ഞാൽ ദൈവനിവേശിതമായിട്ട് അല്ലെങ്കിൽ ബൈബിളിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഭാഗമായിട്ട് പരിഗണിച്ചത് എന്നാണ് ഇതിന്റെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് നമുക്കറിയാം. ബൈബിളില് നിങ്ങൾ ഹീബ്രു ബൈബിൾ കാണത്തില്ല. ഹീബ്രു ബൈബിളില് അതിന് പുറത്ത് എഴുതിയിരിക്കുന്നത് തനാക്ക് എന്നാണ്. തനാക്ക്, തോറ, നെവിയും കെതുവിം, 3 സംഘം, 3 ഗണം പുസ്തകങ്ങളുടെ പഴയ നിയമത്തിലെ 3 പുസ്തകങ്ങളെ 3 ഗണങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. തോറ, നെവിയും, കെതുവിം. അതിന്റെ ആദ്യത്തെ അക്ഷരങ്ങൾ വെച്ച് ചേർക്കുന്നതാണ് തനാക്ക്. ഷോർട്ട് ഫോമാണ്. പഴയ നിയമത്തിന്റെ മുഴുവത്തിനെ ഒരുമിച്ച് പറയാം തനാക്ക്. അതായത് തോറ, നെവിയും, കെതുവിം. അത് തോറ, നെവിയും ഒക്കെ നേരത്തെ ഏതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന പുസ്തകങ്ങൾ തീരുമാനിച്ചിരുന്നു. എന്നാൽ പുതിയ നിയമത്തിന്റെ കാലഘട്ടത്തിൽ വന്നപ്പോഴും ഈ മൂന്നാമത്തെ സ്വന്തം ഗണത്തിൽപ്പെടുന്ന കാനോനിക്കൽ ഗ്രന്ഥം എന്താണെന്ന് തീർച്ചപ്പെടുത്തിയിട്ടില്ലായിരുന്നു. അതിന്റെ ഒരു തെളിവ് നമുക്ക് പുതിയ നിയമത്തിലുണ്ട്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം. നിങ്ങളുടെ ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ എടുത്തു നോക്കുക. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 44-ാം വാക്യം എടുത്തു നോക്കിയാൽ നമുക്ക് ഇതിനുള്ളൊരു തെളിവ് പോലെ കിട്ടും. 24-ാം അധ്യായം 44-ാം വാക്യം. അവൻ അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് എല്ലാം പൂർത്തീകരിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഈ പറഞ്ഞെന്താണ്? തനാക്ക്, തോറ, നെവീം, കെതുവീം. അത് പഴയ നിയമത്തിലെ പുസ്തകങ്ങളെല്ലാം 3ആയിട്ട് തിരിച്ചിരിക്കുക. ഇവിടെ 2 കാണുന്നുള്ളൂ. അതായത് പ്രവാചകന്മാരിലും നിയമത്തിലും, അതാ തോറ പ്രവാചകന്മാരാണ്, അതായത് നെവീം. പിന്നെ കെതുവി എന്ന് പറഞ്ഞാൽ റൈറ്റിങ്സ്. അതിനെപ്പറ്റി കാണുന്നില്ല. അതിന് പകരം 3-ാമത്തെ സെക്ഷന് പകരം സങ്കീർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് കാരണം AD 85-90 ജാംനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് യഹൂദന്മാരുടെ സിനഡ് ഉണ്ടായിരുന്നു. ആ സിനഡിൽ വെച്ചാണ് കെതുവീമിലെ 3-ാമത്തെ ഗണത്തിലെ പുസ്തകങ്ങള്, ഔദ്യോഗിക പുസ്തകങ്ങൾ ഏതാണ് തീരുമാനിച്ചത്. അതുവരെ അതിനു മുമ്പ് തീരുമാനിച്ചില്ലെങ്കിൽ പോലും ലൂക്കാ സുവിശേഷം എഴുതിയ സമയത്ത് സങ്കീർത്തനങ്ങള് 3-ാമത്തെ ഗണത്തിലെ പ്രാമാണിക ഗ്രന്ഥങ്ങളായി അംഗീകരിച്ചിരുന്ന തെളിവാണിത്. ലൂക്കായുടെ സുവിശേഷം 24-44 വാക്യങ്ങളില് നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളും എന്നെ പറ്റി പറഞ്ഞിട്ട് മറ്റു പുസ്തകങ്ങൾ അന്ന് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഏതൊക്കെയാ പുസ്തകങ്ങളാണ് ഈ കെതുവിൽ 3-ാമത്തെ ഗണത്തിൽ വരുന്നതെന്ന് അന്നും തീരുമാനിച്ചിട്ടില്ല. അത് ജാമ്യ സിനഡ് പോലും 85-90 AD ഈ കെതുമില് അല്ലെങ്കിൽ റൈറ്റിങ്സിൽ പെടുന്ന പുസ്തകങ്ങൾ ഏതാണ് തീരുമാനിച്ചത്. എങ്കിലും സങ്കീർത്തനങ്ങൾ അന്നേ അംഗീകരിക്കപ്പെട്ടിരുന്നതാണ്. അപ്പം അതിന് പ്രാമാണികത്തെ പറ്റി സംശയങ്ങളില്ല. സിനഗോഗുകളിലും ദൈവാലയത്തിലും പരസ്യാരാധനയ്ക്ക് പ്രാർത്ഥനയ്ക്കുമായി സമാഹരിക്കപ്പെട്ടവയാണ് സങ്കീർത്തനങ്ങൾ. നിങ്ങളുടെ പുസ്തകത്തിൽ ഈ പുസ്തകം കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തുള്ള ചെറിയൊരു ന്യൂനതയായിട്ട് നിങ്ങളുടെ പുസ്തകത്തിൽ എടുത്ത് കാണിച്ചിരിക്കുന്നത് സന്മാർഗ പാഠങ്ങൾ ശ്രേഷ്ഠമല്ലെന്നതും ശത്രുക്കളുടെ സമീപനവും അവർക്കെതിരെയുള്ള ശാപവാക്കുകളും ഈ പുസ്തകത്തിന്റെ ന്യൂനതയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അത് സങ്കീർത്തനങ്ങളില് ശത്രുക്കൾക്കെതിരെയുള്ള ശാപവാക്കുകളുണ്ട്, ശത്രുക്കൾക്കെതിരെയുള്ള പ്രാർത്ഥനകളുണ്ട്. അത് എങ്ങനെയാണ് പ്രാർത്ഥന ഉപയോഗിക്കുന്നത്? ഇതിപ്പോ എല്ലാം കൂടെ പറയാൻ നമുക്ക് നേരമില്ല, നിങ്ങളുടെ പുസ്തകത്തിലും ഇല്ല. എൻ്റെ പുസ്തകത്തിൽ എങ്ങനെയാണ് ശത്രുക്കൾക്കെതിരായ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന സങ്കീർത്തനങ്ങൾ എങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കാമെന്ന് ഞാൻ വിശദമായിട്ട് എൻ്റെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം നമുക്ക് പറയാൻ ഇപ്പൊ സമയമില്ല. ഇനി സങ്കീർത്തനത്തെ പഠനങ്ങൾ, സങ്കീർത്തനങ്ങളെ പറ്റി പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒത്തിരി സഭാപിതാക്കന്മാരുണ്ട്. ഉദാഹരണത്തിന് തെയഡോർ 428 മരിച്ച ആളാണ്. ക്രിസോസ്റ്റം 407, തേഡോററ്റ് 466, ഒറിജിൻ 254 മരിച്ച വർഷമാണ്. അത്രാസ്യൂസ് 373, സിറിൽ 444, ഹിലരി 367, അഗസ്റ്റിൻ 430 തുടങ്ങിയവരെല്ലാം സഭാപിതാക്കന്മാരായിരുന്നു. അവരെല്ലാം സങ്കീർത്തനത്തെ പറ്റി എഴുതിയിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. ആ പ്രസംഗങ്ങള് പുസ്തക രൂപത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ട് ആരംഭത്തിൽ ഉണ്ടായിരുന്ന ചില പണ്ഡിതന്മാരാണ്, ആധുനിക കാലത്തെ പണ്ഡിതന്മാരാണ്
കുങ്കൽ, മോവിങ്കൽ തുടങ്ങിയവര് അവരും സങ്കീർത്തനങ്ങളെ പറ്റി ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സങ്കീർത്തനങ്ങൾ സാഹിത്യ വിഭാഗങ്ങൾ ആൽഫയുടെ പുസ്തകത്തില്, നിങ്ങളുടെ ഈ പുസ്തകത്തില് 6 വിഭാഗങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. 6 സ്തുതിപ്പുകൾ, വിലാപങ്ങൾ, പ്രത്യാശയുടെയും വിശ്വാസത്തിന്റെയും സങ്കീർത്തനങ്ങൾ, കൃതജ്ഞതാ സങ്കീർത്തനങ്ങൾ, രാജകീയ മെസ്സിയാനിക് സങ്കീർത്തനങ്ങൾ, പ്രബോധന സങ്കീർത്തനങ്ങൾ. എല്ലാത്തിനെയും 150 സങ്കീർത്തനത്തെ കുറിച്ച് 6 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഞാനത് 22 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന് കാരണം ഞാൻ പറഞ്ഞു, 20 ഹീബ്രു ആൽഫബറ്റില് അക്ഷരമാലയില് 22 അക്ഷരങ്ങളുണ്ട്. പിന്നെ കുറെ സങ്കീർത്തനങ്ങൾ ഈ അക്ഷരമാല ക്രമത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആക്സിഡന്റ് ഒന്നും അല്ല, അത് വെറുതെ തീർന്ന് ഇമാജിൻ ചെയ്ത കിട്ടിയല്ല. വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഓരോ അക്ഷരത്തിലും ആരംഭിക്കുന്ന, ഓരോ ലൈനും പുതിയൊരു അക്ഷരത്തിൽ ആരംഭിക്കുന്ന രീതിയിൽ അക്ഷരമാല ക്രമത്തിൽ അടുത്ത അക്ഷരത്തെ ആരംഭിക്കുന്ന രീതിയിൽ എഴുതണമെങ്കിൽ കഷ്ടപ്പെട്ട് എഴുതിയതാണ്. അതുപോലെ 119 സങ്കീർത്തനം 8 ലൈനുകൾ ഒറ്റ അക്ഷരത്തിൽ ആരംഭിക്കുക. അങ്ങനെയാണ് 22 സ്റ്റാൻസ ഉള്ളത്. അപ്പൊ അതിന്റെ എല്ലാം പശ്ചാത്തലത്തില് ഞാനത് 22 ഗണങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പഠിച്ചു വെക്കുന്ന നല്ലതാണ്, ഉപകാരപ്രദമാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. അത് സെമിനാരിൽ പഠിപ്പിക്കുമ്പോൾ അവർക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാനത് ഇംഗ്ലീഷ് ആൽഫബറ്റ് ഓർഡറിൽ ഞാൻ ആക്കിയിട്ട് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടി. പിള്ളേർക്ക് ഇതെല്ലാം അറിയാം. സെമിനാരിൽ പഠിപ്പിക്കുന്ന പിള്ളേർക്ക് ഞാൻ ക്ലാസ് പഠിച്ച് ഇറങ്ങി വരുന്നതിന് മുമ്പ് അവരെ ഞാൻ പറഞ്ഞു, എൻ്റെ മെത്തഡോളജി ലേൺ ഹിയർ ആൻഡ് നൗ എന്നാണ്. ക്ലാസ്സിൽ പഠിപ്പിച്ച് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും, അന്നേരത്തെ പഠിച്ചിരിക്കുകയും ചെയ്യണം. അപ്പോൾ അവരെ ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ അതുപോലെ തയ്യാറാക്കിയിട്ടുണ്ട്. ഒന്ന് ഞാൻ ആദ്യം ഇംഗ്ലീഷിൽ പറയാം, അത് കഴിഞ്ഞ് മലയാളത്തിൽ പറയാം. 22 അക്ഷരങ്ങൾ 22 രീതിയിൽ. ഒന്ന് ഇവിടെ കാണിച്ച എല്ലാം മലയാളത്തിലാണ്. ഞാനത് ആദ്യം ഇംഗ്ലീഷിൽ പറയാം, എന്നാലും അതിൻ്റെ ഓർഡർ മനസ്സിലാവുള്ളൂ. പിന്നെ മലയാളത്തിൽ പറഞ്ഞുതരാം. ഒന്ന് ABCD അങ്ങനെയുള്ള അക്ഷരമാല ക്രമത്തിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അക്രോസ്റ്റിക് സാംസ്, അക്ഷരമാല സങ്കീർത്തനങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് അക്രോസ്റ്റിക് സാംസ്. 2 കമ്മ്യൂണിറ്റി സാംസ് ഓഫ് ലമെന്റ്, അത് ഇംഗ്ലീഷിൽ പറഞ്ഞു വെച്ചാൽ ഓർഡർ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ABCD അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്തുണ്ട്. A കഴിഞ്ഞ C, കമ്മ്യൂണിറ്റി സാംസ് ഓഫ് ലമെന്റ്. ഒന്നിലുണ്ട് കമ്മ്യൂണിറ്റി സാംസ് ഓഫ് താങ്ക്സ് ഗിവിംഗ്. സിയിൽ വീണ്ടും ഒന്നിലുണ്ട് ക്രിയേഷൻ സാംസ്. അപ്പൊ ഓർത്തിരിക്കാൻ വേണ്ടി എയിലുണ്ട് 1 ഉണ്ട്, സിയിൽ 3 ഉണ്ട്, അടുത്തത് ഇയിൽ 2 ഉണ്ട്. എൻത്രോൺമെന്റ് സാംസ്, എൻട്രൻസ് സാംസ്, അപ്പൊ 2 എച്ചിൽ 3 ഉണ്ട്. ഹല്ലേലൂയ സാംസ്, ഹിസ്റ്റോറിക്കൽ സാംസ്, ഹിംസ് ഓഫ് പ്രൈസ്. ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ചെയ്യാം. പിന്നെ അക്ഷരത്തിൽ ആരംഭിക്കുന്ന ഏതാൻസം ഇംബ്രിക്കേറ്ററി സാംസ്, ശാപ ഉൾക്കൊള്ള സങ്കീർത്തനങ്ങൾ. ഇൻഡിവിജ്വൽ സാംസ് ഓഫ് ലമെന്റ്, ഇൻഡിവിജ്വൽ സാംസ് ഓഫ് താങ്ക്സ് ഗിവിംഗ്. അപ്പം ഈ അക്ഷരത്തിൽ 3. എൽ അക്ഷരത്തിൽ ലിറ്റോജിക്കൽ സാംസ്. അടുത്തത് പിയിൽ 4-5 ഉണ്ട്. പെനിറ്റേഷ്യസ് സാംസ്, പിൽഗ്രിമേജ് സാംസ്, പ്രോഫറ്റിക് സാംസ്, സാംസ് ഓഫ് ബ്ലെസ്സിങ്, സാംസ് ഓഫ് ട്രസ്റ്റ്. ആ പിയിൽ തന്നെ പലതുണ്ട്. പിന്നെ റോയൽ മെസ്സിയാനിക് സാംസ്, തോറ സാംസ് അല്ലെങ്കിൽ ഡൈഡാറ്റിക് സാംസ്, വിസ്ഡം സാംസ്, സയൻസ് സാംസ്. ഇസ്ഡേൽ അവസാനിക്കുന്നു. അത് നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. അപ്പൊ ഇതിനകത്ത് എല്ലാ 150 സാം ഇതിനകത്ത് വരും. പഠിക്കാനും ഓർക്കാനും എല്ലാം എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പലരും പൊതുവായിട്ട് ഇങ്ങനെ 5-6 ആയിട്ട് തിരിച്ചിട്ട് പിന്നെ അതിനെ പിന്നെയും തിരിച്ചിരിച്ചു വരുമ്പോഴെല്ലാം ഇത് തന്നെയാണ് സംഭവിക്കുക. കുറച്ച് ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത്. എൻ്റെ പുസ്തകത്തിൽ ഞാൻ വളരെ വിശദമായിട്ട് ഇത് ഓരോന്നും തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതനുസരിച്ച് ആ ഓരോന്നിന് കീഴിൽ വരുന്ന സങ്കീർത്തനങ്ങൾ നാം വിശദീകരിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒന്നുകൂടി പറയുകയാണ്, അക്രോസ്റ്റിക് സാംസ്. അക്ഷരമാലാക്രമത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു 22 അക്ഷരങ്ങളാണുള്ളത് ഹീബ്രു ആൽഫബറ്റിൽ. അതുകൊണ്ട് 22 ലൈനുകളുള്ള സങ്കീർത്തനങ്ങൾ കുറേ ഉണ്ട്. അതിൽ ചില ലൈനുകൾ നഷ്ടപ്പെട്ടു പോയി, ബാക്കി ഇപ്പം നമ്മുടെ കയ്യിലുള്ളൂ. എങ്കിൽ ഒറിജിനലായിട്ട് എഴുതിയപ്പോൾ 22 അക്ഷരങ്ങൾ വെച്ച് എഴുതിയതായിരുന്നു. പിന്നെ 22 സ്റ്റാൻസുകൾ, 8 ലൈൻ വെച്ചുള്ള 22 സ്റ്റാൻസുകളുള്ള സങ്കീർത്തനമാണ്. സങ്കീർത്തന പുസ്തകം ഏറ്റവും വലിയ സങ്കീർത്തനം 119. അപ്പം അതാണ് അക്ഷരമാല ക്രമ സങ്കീർത്തനങ്ങൾ. 2 വിലാപ സമൂഹ ഗീതങ്ങൾ, കമ്മ്യൂണിറ്റി സാംസ് ഓഫ് ലമെന്റ്, സമൂഹ വിലാപ ഗാനങ്ങൾ. അങ്ങനെ 3 കൃതജ്ഞതയുടെ സമൂഹ കീർത്തനങ്ങൾ, കൃതജ്ഞതയുടെ സമൂഹ കീർത്തനങ്ങൾ. 4 സൃഷ്ടി വിവരണ സങ്കീർത്തനങ്ങൾ. കുറെ ഉണ്ട് സങ്കീർത്തനങ്ങൾ. പ്രത്യേകിച്ച് ഞായറാഴ്ചത്തെ സപ്രായിലെല്ലാം നമ്മൾ ഇങ്ങനത്തെ ക്രിയേഷൻ സാംസ് ആണ് കൂടുതൽ വായിക്കുക.
നമ്മൾ ദൈവം എന്തെല്ലാം സൃഷ്ടിച്ചു എന്നാലും നമ്മൾ എടുത്തു പറഞ്ഞ് സെപ്പറേറ്റ് ചെല്ലുന്നുണ്ട്. എൻത്രോൺമെന്റ് സാംസ്, സിംഹാസന ആരോഹണ സങ്കീർത്തനങ്ങൾ. യാഹവേ സിംഹാസനത്തിലിരിക്കുന്നതായിട്ട് വിചാരിച്ചുകൊണ്ട് യാഹവയെ പ്രകീർത്തിക്കുന്ന സങ്കീർത്തനം കാണുക. എൻട്രൻസ് സാംസ്, പ്രവേശക സങ്കീർത്തനങ്ങൾ. നമുക്ക് കുർബാനയില് പ്രത്യേക പ്രാർത്ഥന ഇല്ലാത്തപ്പോൾ കർത്താവിന്റെ ഭവനത്തിൽ ആര് വസിക്കും എന്ന് പറഞ്ഞ് നെടുഗിരിയിൽ ആര് പ്രവേശിക്കുന്ന പറഞ്ഞുള്ള 15-24 സങ്കീർത്തനങ്ങൾ നമുക്ക് വളരെ പരിചയമുള്ള സങ്കീർത്തനങ്ങളാണ്. അതാണ് പ്രവേശക സങ്കീർത്തനങ്ങൾ. പിന്നെ ഹല്ലേലൂയ സങ്കീർത്തനങ്ങൾ. ഹല്ലേലൂയ അത് നിങ്ങൾക്ക് നമ്മളെപ്പോഴും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഹല്ലേലൂയ. അത് എങ്ങനെയാ ഉണ്ടായതെന്നൊക്കെ ഒരു വാക്ക് വേണമെങ്കിൽ പറയാം. ഹല്ലേലൂയാഹ് എന്ന വാക്ക് ഒരുമിച്ച് വെക്കുമ്പോഴുണ്ടാകുന്നതാണ് ഹല്ലേലൂയ. ഹല്ലേലു എന്ന് പറഞ്ഞാൽ ഹല്ലേൽ എന്ന ഹീബ്രു വാക്കിന്റെ ഇമ്പറേറ്റീവ് സെക്കൻഡ് പേഴ്സൺ പ്ലൂറലാണ്. അതിന്റെ ഹല്ലേലു. അതിന്റെ ഹല്ലേലു എന്ന് പറഞ്ഞാൽ യു പ്രൈസ്. യാഹ് എന്ന് പറഞ്ഞാൽ യാഹ്വേ, യാഹ്വയുടെ പകുതിയുള്ളൂ. അവർക്ക് ദൈവത്തിന്റെ വാക്ക് ഉച്ചരിക്കാനോ എഴുതാനോ അനുവാദമില്ലായിരുന്നു. അതുകൊണ്ട് പകുതി എഴുതുമ്പോഴേ അവർക്ക് മനസ്സിലാകാൻ ബാക്കിയുള്ളത് യാഹ്വയാണ്. അതുകൊണ്ട് ഹല്ലേലു യാഹ്, യാഹ്വയാണ് ഉള്ളത്. അതിന്റെ പകുതി എഴുതുമ്പോൾ ഹല്ലേലു യാഹായി. അത് ഒരുമിച്ച് പറയുമ്പോൾ ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ് നമ്മൾ പറയുന്നത്. അതിന്റെ എറ്റിമോളജി ഞാനിപ്പോൾ പറഞ്ഞത് ഹല്ലേലൂയ സാംസ്. അത് ഹല്ലേലൂയയിൽ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്ന സങ്കീർത്തനങ്ങളാണ് ഇങ്ങനെ ഹല്ലേലൂയ സാംസ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഹിസ്റ്റോറിക്കൽ സാംസ്, അവരുടെ ഇസ്രായേൽക്കാരുടെ ചരിത്രം പറയുന്ന സങ്കീർത്തനങ്ങളാണ് ഹല്ലേലൂയ സാംസ്. പിന്നെ ഹിംസ് ഓഫ് പ്രൈസ്, സ്തുതിപ്പിന്റെ ഗീതങ്ങൾ ധാരാളം നമുക്കുണ്ട്. സ്തുതിപ്പിന്റെ ഗീതങ്ങൾ നമുക്ക് ഒത്തിരി ഉണ്ട്. അവസാനിക്കുന്ന 150 സങ്കീർത്തനം അവസാനിക്കുന്നതിന്റെ സ്തുതിപ്പോടുകൂടിയാണ്. ഇംപ്രിക്കേറ്ററി സാംസ്, ശാപം ഉൾക്കൊള്ളുന്ന സങ്കീർത്തനങ്ങൾ. ചിലത് നമ്മൾ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകും. ഉദാഹരണത്തിന് 137 സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗത്ത് നിന്റെ കുഞ്ഞിനെ എടുത്ത് പാറയിലടിക്കുന്ന ഭാഗ്യവാൻ. അത് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവുകയില്ലേ? ഞാൻ പിള്ളേരുടെ ക്ലാസ്സിൽ സെമിനാരിക്കാർ പിള്ളേർ ക്ലാസ്സിൽ എടുക്കുമ്പോൾ പറയാം മിഷൻ ബാക്ക്ഗ്രൗണ്ടിൽ ആരെങ്കിലും ചിലപ്പോൾ സിസ്റ്റേഴ്സിനെ എടുത്തോ അച്ഛന്മാരെ എടുത്തോ സഹായത്തിനൊക്കെ ആയിട്ട് ആളുകൾ വിലയിൽ ആളുകൾ വരും. അപ്പോൾ ഒരു കൊച്ചിന് പനിയായിട്ട് സിസ്റ്ററെ സഹായിക്കണേ, മരുന്ന് തരണം എന്ന് പറഞ്ഞ് ചിലപ്പം ഒരു കുടുംബം വന്ന് മഠത്തിന്റെ പുറത്ത് ഇരിക്കുമ്പോഴായിരിക്കും, മഠത്തിലെ ചെറിയ ചാപ്പലിൽ സിസ്റ്റേഴ്സ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ സങ്കീർത്തന ചെല്ലുന്നെങ്കിൽ നിന്റെ കുഞ്ഞിനെ എടുത്ത പാറമേലടിക്കുന്ന എന്നവൻ ഭാഗ്യവാനാകട്ടെ എന്ന് അവരുടെ ഭാഷയിൽ ചെല്ലുകയാണെങ്കിൽ ജീവനും കൊണ്ട് ആ മരുന്ന് മേടിക്കാൻ വന്ന വീട്ടുകാർ ഓടിപ്പോകും. അപ്പൊ അങ്ങനെയുള്ള സങ്കീർത്തനങ്ങള് നമുക്ക് സങ്കീർത്തനങ്ങളുണ്ട്, നമ്മുടെ സങ്കീർത്തന പുസ്തകത്തിലുണ്ട്. ഇതിനേക്കാളും കടുപ്പമുള്ളതുമുണ്ട്. അപ്പൊ അത് നമ്മൾ എന്നാ ചെയ്യേണ്ടേ? അത് ഇതിനകത്ത് കണ്ടിച്ചു കളയണോ, അത് മായ്ച്ചു കളയണോ, അത് ഉപയോഗിക്കണോ, അത് എങ്ങനെയാണ് പ്രാർത്ഥനയായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് ഈ ക്ലാസ്സിനിടയ്ക്ക് പറയാൻ പറ്റിയില്ല. ഞാൻ വിശദമായിട്ട് എൻ്റെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും വായിക്കുകയും ചെയ്യാം. ഇൻഡിവിജ്വൽ സാംസ് ഓഫ് ലമന്റ്, വിലാപത്തിന്റെ വ്യക്തിഗതങ്ങൾ. അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായി, അന്നേരം ആ വ്യക്തി പ്രാർത്ഥിക്കുന്നു. അതായത് മരിക്കാൻ തുടങ്ങുക. ആ സങ്കീർത്തനത്തിന്റെ ഒരു ഭാഗം നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മജോറിറ്റി ഓഫ് സാംസ്, ഈ 150 സങ്കീർത്തനങ്ങളിലെ മജോറിറ്റിയിലും റിസറക്ഷനെ പറ്റി, ഉത്ഥാനത്തെ പറ്റിയോ മരണാനന്തര ജീവിതത്തെ പറ്റിയുള്ള വിശ്വാസം ഇല്ലാത്തവയാണ്. നിങ്ങൾക്കറിയാം, ഇപ്പൊ എല്ലാം കൂടെ പറഞ്ഞു തരത്തില്ലെങ്കിലും ഇസ്രായേൽ ചരിത്രത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് ഉത്ഥാനത്തെ പറ്റിയുള്ള ആ വിശ്വാസം യഹൂദരുടെ ഇടയിലേക്ക് കടന്നു വന്നു. നിങ്ങൾക്കറിയാം, യേശുവിന്റെ കാലത്ത് പോലും സദുക്കായർ ഉത്ഥാനത്തെ വിശ്വസിച്ചില്ല. ഈശോയെ ഉത്ഥാനത്തെ പറ്റി പറഞ്ഞ് ഈശോയെ കളിയാക്കാൻ സദുക്കായർ വന്നു നിങ്ങൾക്കറിയാം. അപ്പം ഉത്ഥാനത്തെ പറ്റി വിശ്വാസം യഹൂദരുടെ ഇടയിൽ കടന്നു വന്ന് വളരെ ലേറ്റ് ആയിട്ടാണ്. അതുകൊണ്ട് ആ ഉത്ഥാനത്തെ പറ്റിയുള്ള വിശ്വാസം ഉള്ള സങ്കീർത്തനം കുറവാണ്. വളരെ കുറച്ച് സങ്കീർത്തനങ്ങൾ അതുള്ളൂ. അതുകൊണ്ടാണ് അവർ പറയുക, ഒരു മരം മുറിച്ചാൽ അത് വീണ്ടും തളുത്തു വരും, എന്നാൽ മനുഷ്യൻ മരിച്ചാൽ തീർന്നു. അവൻ അവസാനിക്കുന്ന ഷെയോൾ, പാതാളത്തിലാണ് അവസാനിക്കുന്നത്. അവിടെ ഇരുട്ട് മാത്രമേ ഉള്ളൂ. അവിടെ ദൈവത്തിന് പോലും പ്രവേശനം ഇല്ലാത്ത സ്ഥലമാണ്. അപ്പം എല്ലാം കല്ലറയിൽ അവസാനിക്കുമെന്ന് വിചാരിച്ചിരുന്ന യഹൂദരാണ്. അപ്പൊ സങ്കീർത്തനങ്ങളിലും ഒത്തിരി ഉണ്ട്, അങ്ങനെ വിലാപങ്ങളുണ്ട്. അതുകൊണ്ടാണ് മരിക്കാറാകുമ്പോൾ ചില വ്യക്തികൾ പ്രാർത്ഥിച്ചു, കർത്താവേ എന്നെ കൊന്നിട്ട് നിനക്ക് എന്നാ വിശേഷം? ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഒരു ഹല്ലേലൂയ നിനക്ക് പാടും. മരിച്ചു പോയാലോ നിനക്ക് നഷ്ടപ്പെടും. ഞാൻ ഷെയോളിൽ എത്തിച്ചേരുവാ, അതായത് പാതാളം തിരിച്ചെന്നാൽ പിന്നെ ഹല്ലേലൂയ പറയാൻ ആളില്ലല്ലോ. അതുകൊണ്ട് നീ എന്നെ ഞാൻ മരിക്കാതിരിക്കുന്നതാണ് നിനക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വിലപിക്കുന്ന സങ്കീർത്തനങ്ങൾ നമുക്കുണ്ട്. പിന്നെ ഇൻഡിവിജ്വൽ സാംസ് ഓഫ് താങ്ക്സ് ഗിവിംഗ്,
കൃതജ്ഞതയുടെ വ്യക്തിഗീതങ്ങൾ, അതാണ് എന്തെങ്കിലും ഉപകാരം കിട്ടി, അല്ലെങ്കിൽ രോഗത്തിന് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല നന്മ കിട്ടി അമ്പരം കൃതജ്ഞതാ ഗീതങ്ങൾ. ലിറ്റർജിക്കൽ സാംസ്, ആരാധനക്രമ സങ്കീർത്തനങ്ങൾ, എന്തെങ്കിലും ബലിവസ്തുക്കളുമായിട്ട് വന്ന് അർപ്പിക്കുമ്പോൾ അതുമായിട്ട് ചേർന്ന് പോകുന്ന സങ്കീർത്തനങ്ങൾ ഉണ്ടായിരുന്നു, ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ ഒത്തിരി നഷ്ടപ്പെട്ടു പോയി. ഇന്നത്തെ സങ്കീർത്തന പുസ്തകത്തിൽ അതെല്ലാം ഇല്ല. പെനിറ്റേഷൻ, അനുതാപ സങ്കീർത്തനങ്ങൾ, പിന്നെ പിൽഗ്രിമേജ് സാംസ്. സമയം തീരാറായതുകൊണ്ട് നിങ്ങൾക്ക് സമയം തരാൻ വേണ്ടി ഞാൻ ഇതുകൊണ്ട് ഇപ്പൊ അവസാനിപ്പിക്കുകയാണ്. പ്രോഫറ്റിക് സാംസ്, പ്രവാചക സങ്കീർത്തനങ്ങൾ. സാംസ് ഓഫ് ബ്ലെസ്സിങ്, അനുഗ്രഹീത സങ്കീർത്തനങ്ങൾ. സാംസ് ഓഫ് ട്രസ്റ്റ്, പ്രത്യാശയ സങ്കീർത്തനങ്ങൾ. റോയൽ മെസ്സിയാനിക് സാംസ്, രാജകീയ മെസ്സിയാനിക് സങ്കീർത്തനങ്ങൾ. തോറ സാംസ് അല്ലെങ്കിൽ ഡൈഡാക്റ്റിക്, പ്രബോധന ഗീതങ്ങൾ. വിസ്ഡം സാംസ്, വിജ്ഞാന ഗീതങ്ങൾ. സയൻസ് സാംസ്, സിയോൺ ഗീതങ്ങൾ. ഇനി 2-3 കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് പുസ്തകത്തിന് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്.